നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഇവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാനും ഈ സമാപന രാത്രിയിൽ ഈ ഒടുവിലത്തെ മിനിറ്റുകളിൽ ദൈവവചനം പ്രഘോഷിപ്പാനും ഈ പട്ടണത്തിൽ അവസരമുണ്ടാകത്തക്ക വിധം ഈ യോഗത്തിന്റെ പുറകിൽ ക്രമീകരണങ്ങൾ ചെയ്ത് അതിനുള്ള അധ്വാനം നിർവഹിച്ച ബഹുമാന്യനായിരിക്കുന്ന കർത്തൃദാസൻ, ഞാൻ ക്രിസ്തുവിൽ ഏറെ ആദരിക്കുന്ന പ്രിയസാമങ്ങളിനോടും കുടുംബത്തോടും അദ്ദേഹം നേതൃത്വം നൽകുന്ന പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലം സഭയിലെ അനുഗ്രഹീതരായ ദൈവമക്കളോടും സഹോദരി സഹോദരങ്ങളോടും എന്റെ ഹൃദയംഗമമായ കൃതജ്ഞത ഈ തരുണത്തിൽ ഞാൻ പ്രകാശിപ്പിക്കട്ടെ. വർഷങ്ങളുടെ പുറകിൽ മുതൽ അടുത്ത ഒരാത്മബന്ധം ബഹുമാന്യനായ കർത്തൃദാസനുമായിട്ട് എനിക്കുണ്ട്. അദ്ദേഹം നേതൃത്വം നൽകുന്ന സ്ഥലം സഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ കുടുംബങ്ങളുണ്ട്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത വിശേഷാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രിയ കുടുംബങ്ങൾ മുഖാന്തരം ഏറെ ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് സാമങ്കിൽ എന്നാണ് ഞാൻ വർഷങ്ങളായി അദ്ദേഹത്തെ സംബോധന ചെയ്യാറുള്ളത്. കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ പാർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിപ്പാനായിട്ടിടയായി. സ്വന്തം കുടുംബം പോലെ ഒരു ആത്മബന്ധമാണ് എനിക്ക് ആ ഭവനത്തിൽ ലഭ്യമായത്. പ്രാർത്ഥിക്കുന്ന ഭക്തരായ കർത്താവിന് വേണ്ടി പ്രതിഫലേച്ച കൂടാതെ നിത്യതയിലെ പ്രതിഫലത്തിന്മേൽ നോട്ടം വെച്ചുകൊണ്ട് അധ്വാനിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസനെയും കുടുംബത്തെയും ദൈവം വീണ്ടും ഈ പട്ടണത്തിൽ മാനിക്കട്ടെ എന്ന് നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കാട്ടിയ എല്ലാ കരുതലിനും ഇവിടെയുള്ള ദൈവമക്കൾ പലരും ഓരോ സെക്ഷനുകളിലും ഭക്ഷണത്തിനായിട്ട് ഭവനങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്യുകയും ഭൗതികമായി സഹകരിക്കുകയും ഒക്കെ ചെയ്ത ആത്മാർത്ഥതകൾ കാട്ടിയവരാണ് ഈ സ്ഥലം സഭയിലുള്ള മറ്റ് പല പ്രിയപ്പെട്ടവരും. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സേവനത്തിനും ആത്മാർത്ഥതയ്ക്കും കർത്താവ് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി ഈ യോഗത്തിന്റെ ഒടുവിലത്തെ രാത്രിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശേഷിച്ച് സ്വന്തം ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ചില മണ്ഡലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ചു. തികച്ചും ഗൌരവബുദ്ധിയോടെ ആ ഭാഗങ്ങൾ എടുക്കുവാൻ ദൈവമക്കൾക്ക് കർത്താവ് കൃപ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയ ലോകം ഒരപകടകരമായ അഭിനയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതിനു നടുവിൽ ഒരഭിനയമല്ല നമുക്ക് ആവശ്യം, നിത്യതയ്ക്കു വേണ്ടിയുള്ള ഒരുക്കമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം വ്യക്തിപരമായി പ്രായോഗികമാക്കുവാനായി കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. ആത്മീയ ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം കേൾക്കുന്ന വചനം പ്രായോഗികമാക്കാത്ത ഒരുതരം ആത്മീയതയാണ്. സ്റ്റാൻലി ജോൺസ് മാരാമണ്ണ് കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കുവാനായി വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു: മഹാത്മാഗാന്ധി സ്വർഗത്തിലില്ലെങ്കിൽ, മഹാത്മാഗാന്ധി ഇല്ലെന്നൊരു കുറവല്ലാതെ സ്വർഗത്തിന് മറ്റു കുറവൊന്നുമില്ല. ട്രാൻസ്ലേറ്റ് ചെയ്തയാൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു: മഹാത്മാഗാന്ധി ഇല്ലാത്ത സ്വർഗം സ്വർഗമല്ല. ഏതായാലും കേട്ട ആളുകളിൽ ഉണ്ടായ ആശയക്കുഴപ്പത്തിന്റെ ഭാഗമായി മീറ്റിംഗ് കഴിഞ്ഞ് ചില ആളുകൾ സ്റ്റാൻലി ജോൺസിനെ സമീപിച്ചു. അങ്ങ് പറഞ്ഞത് സത്യമാണോ? മഹാത്മാഗാന്ധി ഇല്ലെങ്കിൽ സ്വർഗം സ്വർഗമല്ലെന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാത്മാഗാന്ധി ഇല്ലെങ്കിൽ സ്വർഗം സ്വർഗമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മഹാത്മാഗാന്ധി ഇല്ലെങ്കിലും സ്വർഗത്തിനൊരു കുറവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ ഇന്ന് രാത്രി ആമുഖത്തിൽ കഴിഞ്ഞ ക്ലാസുകളുടെ ഒരു ഉപസംഹാര വാക്കുകളായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നാം ക്രൂശിൽ കണ്ടത്രയും മഹാത്മാഗാന്ധി ക്രൂശിൽ കണ്ടില്ല. നാം ക്രൂശിൽ ഒരു രക്ഷകനെ കണ്ടു, മഹാത്മാഗാന്ധി ക്രൂശിൽ ഒരു രക്തസാക്ഷിയെ കണ്ടു. നാം കണ്ടത് നമ്മുടെ പ്രസംഗമാക്കി, മഹാത്മാഗാന്ധി കണ്ടത് ജീവിതത്തിന്റെ അനുഭവമാക്കി. പറഞ്ഞു മനസ്സിലായോ? നാം കണ്ടത് നമ്മുടെ പ്രസംഗമാക്കി, എന്നാൽ മഹാത്മാഗാന്ധി കണ്ടത് ജീവിതത്തിന്റെ അനുഭവമാക്കി. കാലിൽ കിടന്ന ചെരിപ്പൂരി ചെകിട്ടത്ത് തല്ലിക്കൊണ്ട് പ്രതികരിച്ചൊരു മദാമ്മയോട് ഭവതിയുടെ കൈ വേദനിച്ചോ
എന്ന് ചോദിക്കാൻ മഹാത്മാഗാന്ധി അങ്ങയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. എന്താ ഇന്ന് രാത്രി ഇതിന് പറഞ്ഞത്? മഹാത്മാഗാന്ധി കണ്ടതിനേക്കാൾ കൂടുതൽ നാം കണ്ടിട്ടില്ലേ? എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉയരുന്ന പൊട്ടിത്തെറികളും നമ്മുടെ സഭകളിൽ ഉയരുന്ന ശത്രുതാ മനോഭാവങ്ങളും നമ്മുടെ ആത്മീയ ഗോളങ്ങളിൽ ഉയരുന്ന നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ട ഭൗതിക ഉൾക്കാഴ്ചയും ഒക്കെ എടുത്തു പഠിച്ചാൽ അതിനേക്കാൾ കൂടുതൽ മറ്റു പലരും കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി മണ്ണിനേക്കാൾ നിത്യത വലുതായി കാണാം. ജീവിതം ചിട്ടപ്പെടുത്താൻ 5 കൂട്ടം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം എന്ന് ഞാൻ ഓർപ്പിച്ചു. ഒന്നാമത്തെ വിഷയം ദൈവം വെച്ച അധികാരസ്ഥാനം സംബന്ധിച്ച്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം വിഗ്രഹത്തോടുള്ള ബന്ധം സംബന്ധിച്ച്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന്റേതോടുള്ള ഭൗതിക വിഷയങ്ങളിലെ സഹകരണം സംബന്ധിച്ച്. നാലാമത്തേത് വിശുദ്ധമല്ലാത്ത സെക്സ്വൽ റിലേഷൻഷിപ്പുകൾ സംബന്ധിച്ച്. അഞ്ചാമത്തേത് വ്യക്തിജീവിതത്തിൽ സംഭവിക്കുന്ന ക്ഷിപ്രകോപത്തിലെ ശുദ്ധീകരിക്കാത്ത വാക്കുകൾ സംബന്ധിച്ച്. അത് 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചുള്ളൂ. വളരെ ബൃഹത്തായ ഭാഗത്തിന്റെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ടെങ്കിൽ തന്നെയും പരിജ്ഞാനമുള്ള ദൈവമക്കൾ ഈ കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കട്ടെ. നാം വളരെ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതം കഴിക്കുന്നില്ലെങ്കിൽ നാം അപകടം കൊയ്യാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഓർക്കാറുണ്ട്, പാസ്റ്ററെ ഈ പറഞ്ഞതൊക്കെ കൃത്യമായി പാലിക്കണോ? പാലിച്ചില്ലെങ്കിൽ അതിന്റെ പരിണിത ഫലം വിതയ്ക്കുന്നത് നിങ്ങൾ തന്നെ കൊയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ തലമുറയിൽ ഏറ്റവും വലിയ അപകടം നിത്യതയുടെ ദർശനം കൈവിട്ടു പോയതാണ്. പ്രസംഗവേദികളിൽ നിത്യതയുടെ പ്രസംഗം അസ്തമിച്ചിട്ട് ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രസംഗിക്കുന്ന ഒരുതരം പ്രസംഗം ആത്മീയ ലോകത്തെ ബാധിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ നിത്യതയ്ക്കായി കണ്ണുയർത്തുന്ന രാത്രിയാകണം. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്റെ ഈ രാത്രിയിലത്തെ പ്രസംഗം കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപ് എന്റെ ഭൗതിക വിഷയത്തെക്കാൾ എന്റെ നിത്യതയ്ക്കായി ഞാൻ ഒരു പടിയുടെ ഒരുങ്ങുന്ന രാത്രിയാണ് എന്ന് പറയാൻ കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. എത്ര ദൈവജനത്തിന്റെ ഉള്ളിൽ ആ തിളപ്പ് വ്യാപരിക്കുന്നുണ്ട്. എവിടെയാണ് തകരാറ് സംഭവിച്ചത്? പ്രത്യാശ കൈവിട്ടുപോയി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ വാക്കുകൾ ആമുഖത്തിൽ ഞാൻ കൂട്ടിച്ചേർത്ത് ഈ ഭാഗം വിടട്ടെ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 2 ആത്മീയ ശുശ്രൂഷകളെ ക്ഷണിക്കതെ വിഭജിക്കാൻ ശ്രദ്ധിക്കുക. ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും ഭൗതിക വിഷയങ്ങളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ ഉപജീവന ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്ന ശുശ്രൂഷ 1-ാം ഭാഗം. 2, എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞ് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ വേദിയിലിരിക്കുന്ന ജനത്തെ ഒരുക്കുന്ന ശുശ്രൂഷ 2-ാം ഭാഗം. ഇന്ന് രാത്രി പറയട്ടെ, റേഡിയോ ട്യൂൺ ചെയ്താൽ, TV ട്യൂൺ ചെയ്താൽ ഇന്ന് പലയിടത്തും കേൾക്കുന്ന പ്രശ്നങ്ങൾ മുട്ടുവേദന മാറ്റാൻ, പല്ലുവേദന മാറ്റാൻ, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ, കടഭാര നിവാരണത്തിന് പുത്തൻ ടെക്നിക്കുകൾ ആത്മീയ ശുശ്രൂഷകളിൽ വയ്ക്കുമ്പോൾ അത് സായിപ്പിന്റെ ട്രിക്ക് പ്രസംഗിക്കുകയാണെന്നാണ് എന്റെ അഭിപ്രായം. എന്നാൽ ഇന്ന് രാത്രി അതിനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ രാത്രി യോഗം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോയാലും ഒരു നാൾ നിത്യതയുടെ തീരത്ത് നാം കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മുഖം പോലും നഷ്ടപ്പെട്ടു പോകാതെ അവിടെ കാണപ്പെടണം. അതിനുവേണ്ടി ചങ്കോടടുത്ത ആത്മാർത്ഥതയോടെ ഈ രാത്രി വീണ്ടും വിളിച്ചു പറയുന്ന നിത്യതയ്ക്കായി നമുക്കൊരുങ്ങാം. ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 2 വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ രാത്രി ഓർപ്പിച്ച ഭാഗത്തിൽ തുടർച്ചയായി ഇന്ന് രാത്രി വാക്കുകൾ ഓർപ്പിച്ച് ഉപസംഹരിക്കാനായി കർത്താവിൽ താൽപര്യപ്പെടുന്നു. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് നമുക്ക് വരാം. യെഹെസ്കേൽ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 26, 27 വാക്യങ്ങളും യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 7-ാമത് വാക്യവും ശബ്ദമുയർത്തി ആരെങ്കിലും വായിച്ച് സഹായിക്കാം. നിർത്തി ശാന്തമായി. യഹോവയായ കർത്താവ്. യെഹെസ്കേൽ പ്രവചനം എല്ലാവരും വേദപുസ്തകം ഉണ്ടെന്നവർ ശാന്തമായിട്ട് എടുക്കുക. യെഹെസ്കേൽ പ്രവചനം 31-ന്റെ 26, 27, 38-ന്റെ 7 വായിച്ചാൽ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും.
ഞാനതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും. അവന് ഞാനത് കൊടുക്കും. അടുത്ത വാക്യം കൂടെ. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ. നീ അവർക്ക് മേധാവി ആയിരിക്കാം. മതി. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയർത്താം. എല്ലാ പ്രിയപ്പെട്ടവരും 5 മിനിറ്റുകൾ പ്രാർത്ഥിച്ചു തുടങ്ങിച്ചാട്ടെ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ഈ യോഗത്തിന്റെ ഒടുവിലത്തെ മിനിറ്റുകളിലേക്ക് നാം വരികയാണ്. നാളെ ഇവിടെ ഇങ്ങനെയുള്ള യോഗമില്ല. പരിശുദ്ധാത്മാവിന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവദിനത്തെ ഒരുക്കട്ടെ. എന്റെ മുൻപിലിരിക്കുന്ന ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ അധികാരത്തോടെ അന്യഭാഷയിൽ പ്രാർത്ഥനയിൽ പോരാടണം. നിങ്ങളുടെ നാവിൽ വ്യാപരിക്കുന്ന ആത്മീയ അധികാരം ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമായി തീരട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, അന്നമ്മ മാമൻ എന്ന പ്രശസ്തയായ കവയിത്രി. ആ സഹോദരി മഠത്തിലേക്ക് അല്ലെങ്കിൽ ഓർഫനേജ് പോലെയുള്ള സ്ത്രീകളുടെ സങ്കേതത്തിലേക്ക് വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ചുവടുവെച്ച് വേർപെട്ടിറങ്ങിയപ്പോൾ കുടുംബാംഗങ്ങൾ വല്യമ്മച്ചി കത്ത് കൊടുത്തുവിട്ടു. ആ കത്തിനകത്ത് എഴുതിയത്, മോളെ, വീട്ടിലെ സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം നിന്നെ കാത്തിരിക്കുന്നു. നീ തിരിച്ചുവാ. നീ കാണിക്കുന്നത് അബദ്ധമാണ്. നീ തിരിച്ചുവാ. ഈ കത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു വശത്ത് അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയിലേക്കും മറുവശത്ത് വീടിനെ കാത്തിരിക്കുന്ന സമൃദ്ധിയെക്കുറിച്ചും രണ്ടിന്റെയും ഇടയിൽ മനസ്സ് വ്യാകുലപ്പെട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിത്യതയ്ക്കായി ഉയർന്നു. അവൾ പാടിത്തുടങ്ങിയ പാട്ടാണ്, ദൈവത്തിന് സ്തോത്രം, ലോകം വെറുത്തതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മഹൽ സദസ്സിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ആ ഒരു സ്റ്റാൻസ ഒന്ന് പാടിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങൾ കൂടെ ഒന്ന് കൂടും. നമുക്കെല്ലാവർക്കും ചേർന്ന് അക്കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ആ വലത്ത് കാര്യങ്ങൾ ദൈവസംഘം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് രാത്രി ശബ്ദമുയർത്തി ശക്തിയോടെ ഗായക സംഘത്തിന്റെ ചുമതലയായിട്ടല്ല, നമുക്കെല്ലാവർക്കും ചേർന്ന് 1-2 സ്റ്റാൻസ് മാത്രം ഒന്ന് ശബ്ദമുയർത്തി ചേർന്ന് പാടാം. Hallelujah. കരങ്ങൾ ഉയർത്തി. ലോകം കേൾപ്പിച്ചതാം സുഖന്മാരും ഇന്ന് രാത്രി നിന്റെ ജനത്തോട് ഇടപെടണമേ. ശക്തമായ ദൈവസാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ രാത്രിയിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കുന്ന രാത്രിയാക്കണമേ. ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ ആത്മീയ പോരാട്ടം ഇവിടെ നടക്കട്ടെ. കുഞ്ഞാണിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിൽ കൈമാറുന്നു. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. വളരെ സമയം പരിമിതമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളോട് വ്യക്തിപരമായിട്ട് ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ലോകരാഷ്ട്രങ്ങളെ തന്റെ പിൻപിലും വെളിപ്പെടുവാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തെ തന്റെ മുൻപിലും കണ്ടുകൊണ്ട് 48 അധ്യായങ്ങളിലൂടെ ബൂസിയുടെ മകനായ യെഹെസ്കേൽ പ്രവാചകൻ ഏതാണ്ട് 1273 വാക്യങ്ങൾ അക്കമിട്ട് പറഞ്ഞാൽ 963ഓളം രാഷ്ട്രീയ പ്രവചനങ്ങൾ അന്നത്തെ തലമുറയ്ക്ക് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുള്ളത് പ്രവചിച്ച് ഈ കർത്തൃദാസൻ മരിച്ചു മൺമറഞ്ഞു. എന്നാൽ പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ, പ്രവാചകന്മാരുടെ പ്രവചനത്തിന് ഉൾപ്രേരണ നൽകിയ ദൈവം മരിക്കാഞ്ഞതുകൊണ്ട്
ചരിത്രം ഉരുണ്ടോടി 400-ലധികം പ്രവചനങ്ങൾ കൃത്യനിവർത്തിയിലേക്ക് വന്നു. 400-ലധികം പ്രവചനങ്ങൾ വീണ്ടും നിവർത്തി കാത്തുകിടക്കുകയാണ്. അങ്ങനെ നിവർത്തിക്കപ്പെട്ടതും ഇനിയും നിവർത്തി കാത്തുകിടക്കുന്നതുമായ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവികാല സംബന്ധിയായ 2 പ്രവചന വേദഭാഗങ്ങളാണ് നിങ്ങൾ ഇന്ന് രാത്രിയിൽ വായിച്ചു കേട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ യെഹെസ്കേൽ പ്രവാചകൻ അന്ന് പ്രവചിക്കുന്ന പ്രവചനം ശ്രദ്ധിക്കണം. ഏകാധിപത്യത്തിന്റെ മുൾമുനയിൽ നിന്ന് ലോകത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് സിംഹസാപ്രാട്ടായ നെബൂഖദ്നേസറും നെബോണിദസും ബെൽസസറും എവിൽ മെലോദിക്കും ഒക്കെ ഭരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യത്വത്തിന്റെ കാലഘട്ടത്തിൽ തങ്ങളുടെ ഖഡ്ഗബലത്താലും തങ്ങളുടെ കരബലത്താലും തങ്ങളുടെ അധികാര സ്വാധീനത്താലും രാഷ്ട്രീയ ശക്തി കൊണ്ട് നിരവധി സാധുക്കളെ അരിഞ്ഞുകൂട്ടിക്കൊണ്ട് ലോകത്തിന്റെ ഭരണത്തിന്റെ ഔന്നത്യത്തിലേക്ക് ബാബിലോൺ സാമ്രാജ്യം കുതിച്ചുയരുന്ന കാലഘട്ടത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, അന്നദാതാവാകും പൊന്നു തമ്പുരാനി എന്ന് പ്രജകൾ രാജാവിനെ സംബോധന ചെയ്യുന്ന കാലം. രാജാവിനെതിരെ ചെറുവിരൽ അനക്കിയാൽ അത് കഴുത്തറക്കലിൽ, ഗളച്ഛേദനത്തിൽ, അന്ത്യത്തിൽ അവസാനിക്കുന്ന കാലം. രാജാക്കന്മാർ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാധനാമൂർത്തികളായി വാഴുന്ന കാലം. ആ രാജാക്കന്മാരോട് ജനങ്ങൾക്ക് ഒരാരാധനാ മനോഭാവമുള്ള കാലം. കൊട്ടാര കവിമാർ രാജാവിനെയും അവന്റെ അനന്തര ഭാവിയെയും വാഴ്ത്തിപ്പുകഴ്ത്തുന്ന കാലം. മഹാരാജാക്കന്മാർ സിംഹാസനത്തിൽ നിന്ന് വാർദ്ധക്യ സഹജമായ ബലഹീനതകളിൽ ഒഴിഞ്ഞാലും പിന്തലമുറകൾ പകർച്ചയായി സിംഹാസനത്തിലെത്തുകയും അങ്ങനെ ചിരഞ്ജീവികളായി രാജാക്കന്മാരുടെ ആധിപത്യം നിൽക്കുമെന്ന് പ്രശംസിച്ച് രാജാക്കന്മാരെ പുകഴ്ത്തുന്ന കാലം. ആ കാലഘട്ടത്തിൽ സിംഹാസനത്തെ ചൂണ്ടി, അധികാര കസേരയെ ചൂണ്ടി, ചെങ്കോലിനെ ചൂണ്ടി യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിക്കുകയാണ്. ധൈര്യം വരാത്ത പ്രവചനം, എങ്കിലും കാലത്തിനൊത്ത് പ്രവചിക്കാതെ അന്നത്തെ സംസ്കാരത്തിനു നേരെ യെഹെസ്കേൽ വിരൽ ചൂണ്ടുന്നു. പരിശുദ്ധാത്മാവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പ്രവചിക്കുമ്പോൾ ഇന്ന് മനുഷ്യ സമുദായം എത്തി നിൽക്കുന്ന ജനാധിപത്യ സംസ്കാരം വരെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യ ഭരണ സംവിധാനം വരെ ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിവെച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്യുന്നവരാണ്. ഇക്കാണുന്ന പ്രകൃതി പ്രതിഭാസങ്ങളുടെ പുറകിൽ ദൈവത്വം ആരോപിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിൽ കണ്ണു ചിമ്മി കത്തി നിൽക്കുന്ന നക്ഷത്രങ്ങൾ ദൈവങ്ങളാണെന്നും എന്തിന് ചന്ദ്രൻ ഉൾപ്പെടെ ആരാധനാമൂർത്തികളാണെന്നും പറഞ്ഞ് ദൈവത്വത്തിന്റെ പേരിൽ ഇവയ്ക്കൊക്കെ ആരാധന പങ്കുവയ്ക്കുന്ന സമൂഹങ്ങൾക്ക് നടുവിൽ ഇവയൊന്നും ആരാധനാമൂർത്തികളല്ല, കല്ലും മണ്ണും നിറഞ്ഞ ഗോളങ്ങളാണ് എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആളുകൾ അന്ന് വിശ്വസിച്ചില്ലെങ്കിലും 26 നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവത്തിന്റെ വചനം പറഞ്ഞതനുസരിച്ച് മനുഷ്യൻ ചന്ദ്രനിലെത്തി കാലുകുത്തി കാറോടിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരു കാലത്ത് ആളുകൾ പുകഴ്ത്തിയ ദൈവങ്ങളുടെ നെഞ്ചത്തുകൂടെയാണ് മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിന്റെ വണ്ടികൾ ഉരുണ്ടു നീങ്ങിയത്. എന്നാൽ അന്നും ഇന്നും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം. സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകൻ വിളിച്ചു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും. അത് അങ്ങനെ ഇരിക്കയില്ല. രാജാധിപത്യമേ, നീ അസ്തമിക്കും. പിന്നെ എന്ത് സംഭവിക്കും? ഞാൻ ഉയർന്നതിനെ താഴ്ത്തുകയും താണതിനെ ഉയർത്തുകയും ചെയ്യും. ഞാനതിന് ഉന്മൂലനാശം, 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 ഓവർടേൺ, ഓവർടേൺ, ഓവർടേൺ. ഞാൻ തിരിച്ചു കറക്കും, ഞാൻ തിരിച്ചു കറക്കും, ഞാൻ തിരിച്ചു കറക്കും. എന്തിന്? ഇതിന്റെ പുറകിൽ അവകാശമുള്ള ഒരുത്തനുണ്ട്. അവൻ വരും. അവന്റെ കൈകളിൽ അധികാരം കിട്ടുന്ന ദിവസങ്ങൾ വരുവാൻ തുടങ്ങുകയാണ്. ഏകാധിപത്യം ഭരിച്ചു മുടിച്ച ഈ മണ്ണിൽ, രാജാധിപത്യം ഭരിച്ചു നശിപ്പിക്കുന്ന ഈ മണ്ണിൽ, ജനാധിപത്യം ശവക്കുഴി തോണ്ടി നിൽക്കുന്ന ഈ മണ്ണിൽ ഒരു രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. യേശുവിന്റെ രക്തത്താൽ കഴുക പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി രാഷ്ട്രീയ ലോകത്തെ വിളിച്ചു പറയുന്നു, ഇതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ഒരു തിരക്കഥ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആത്മനിറവ് പ്രാപിച്ച ദൈവപൈതലേ, നീ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന്റെ പുറകിൽ ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കരം കണ്ട് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകട്ടെ. എന്താ ദൈവാത്മാവ് പറഞ്ഞത്? ഇതിന്റെ പുറകിൽ അവകാശം
അവകാശമുള്ള ഒരുത്തനുണ്ട്. ലോകമേ, അവകാശമില്ലാത്ത നീചന്മാർ ഇവിടെ വന്നിട്ടില്ലേ? നീ അവർക്കൊക്കെ പൊൻചെങ്കോൽ പിടിക്കാൻ കൊടുത്തിട്ടില്ലേ? ഉണ്ട്. അവകാശമുള്ള ഒരുത്തൻ ഒരിക്കൽ ഇവിടെ വന്നു. നീ അവന് കൊടുത്തത് പൊൻചെങ്കോലല്ല, പരിഹാസത്തിൽ മരക്കോലാണ്. ലോകമേ, അവകാശമില്ലാത്ത വഞ്ചകന്മാർ ഇവിടെ എത്തിയിട്ടില്ലേ? നീ അവർക്കൊക്കെ ഇരിക്കാൻ പൊൻകസേരകൾ കൊടുത്തിട്ടില്ലേ? എന്നാൽ അവകാശമുള്ള ഒരുത്തൻ ഇവിടെ വന്നു. അവന് നീ കൊടുത്തത് ഒരു മരക്കുരിശ. ലോകമേ, അവകാശമില്ലാത്ത ദുഷ്ടന്മാർ ഇവിടെ വന്നിട്ടില്ലേ? അവർക്കൊക്കെ തലയിൽ നീ പൊൻകിരീടം വെച്ചിട്ടില്ലേ? എന്നാൽ അവകാശമുള്ള ഒരുത്തൻ ഇവിടെ വന്നു. അവന്റെ തലയിൽ നീ വെച്ചത് പൊൻകിരീടമല്ല, ഒരു മുൾക്കിരീടമാ. എന്നാൽ ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഏതൊരു തലയിൽ ലോകം മുൾമുടി വെച്ച് അതേ തലയിൽ സ്വർഗം പൊന്മുടി വയ്ക്കുന്ന ദിവസങ്ങൾ വരുന്നു. മുൾമുടി അണിഞ്ഞ് രക്തധാരിയായവൻ പൊന്മുടി ചൂടി തേജോധാരിയായി മടങ്ങി വരുന്ന കാഴ്ച കാണാൻ കാത്തിരിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തട്ടെ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് വരികയാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് അത് പെന്തക്കോസ്തരായ ഒരുപറ്റം ആളുകളുടെ സ്വകാര്യ സ്വത്തൊന്നുമല്ല. സകല ക്രൈസ്തവരും ഒരുപോലെ വിശ്വസിക്കുന്ന യേശു മടങ്ങി വരുമെന്ന് നിങ്ങൾക്കറിയാം. 325 AD 318 പിതാക്കന്മാർ നിക്കയിലെ ബിഥുന്യയിൽ ഒരുമിച്ച് കൂടി വാദിച്ചും തർക്കിച്ചും രൂപപ്പെടുത്തിയാണ് നിക്കിയ വിശ്വാസ പ്രവണത. ഇതറിയാൻ വയ്യാത്ത സുറിയാനി ക്രൈസ്തവരാരും എന്റെ മുൻപിലില്ല. 66 ദിവസങ്ങളിലെ തർക്കവിതർക്കങ്ങളുടെ ഒടുവിലത്തെ ഭാഗത്ത് തൃത്വം സ്ഥാപിച്ചുകൊണ്ട് നിക്കിയ വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയമാണ് അതിനകത്ത് പ്രധാനം. അതിൽ തൃത്വത്തെക്കുറിച്ചുള്ളതിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എവിടെന്നറിയാമോ? എവിടെ അവസാനിപ്പിക്കുന്നത്? ഇത് ചൊല്ലാത്ത ആത്മീയ ശുശ്രൂഷകൾ എപ്പിസ്കോപ്പൽ സഭകളിലുണ്ടോ? ഞാൻ പറയട്ടെ, എല്ലായിടത്തും ചൊല്ലും എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ചൊല്ലും, ശവമടക്കിന് ചൊല്ലും, ശിശുപ്രതിഷ്ഠയ്ക്ക് ചൊല്ലും, മറ്റെല്ലാ കാര്യങ്ങൾക്കും അതേ ശിശുസ്നാനത്തിന് മാമോദീസായ്ക്ക് ചൊല്ലും. എന്ത് കാര്യം പറഞ്ഞാൽ അതിനകത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എവിടാ തുടങ്ങുന്നത്? ഞാനൊന്ന് കേൾപ്പിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ലിഖിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ഏറ്റുചൊല്ലുമ്പോൾ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. നാം ഇന്ന് രാത്രി കേവലം വിശ്വസിക്കുകയല്ല, ഇന്ന് രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ മടങ്ങിവരവ് സംഭവിക്കുന്ന സമയം മനുഷ്യ സംസ്കാരം എവിടെയെത്തും? പരിശുദ്ധാത്മാവ് പറയുന്നു യെഹെസ്കേലിലൂടെ, ഞാൻ മകുടം നീക്കി കിരീടമെടുത്തു കളയും എന്ന് പറഞ്ഞാൽ രാജാധിപത്യമേ നീ അസ്തമിക്കും. പിന്നെ എന്ത് സംഭവിക്കും? ഞാൻ ഉയർന്നവനെ താഴ്ത്തും, താണവനെ ഞാൻ ഉയർത്തും. എന്നെന്താ സംഭവിക്കാൻ തുടങ്ങുന്നത്? ഏകാധിപത്യം ഭരിച്ചു മുടിച്ച ഈ മണ്ണിൽ എന്ന് പറഞ്ഞാൽ ഏകാധിപത്യത്തിന്റെ ഭരണക്കസേരയിലിരുന്ന സിംഹപ്രതാപത്തോടെ ഭരിച്ച ബാബിലോൺ സാമ്രാട്ടുക്കൾ ഭരിച്ച മണ്ണ് കസേരയിൽ ഉന്നത കുലജാതന്മാർ അധികാരം കൈവശം വെച്ച് ഭരിച്ച കസേരയിൽ ഒരിക്കലും കസേരയിലിരിക്കാൻ യോഗ്യതയില്ലാത്ത താഴേക്കിടയിലെ നിലത്തിട്ട് ചവിട്ടിയ സാധാരണക്കാരൻ കസേരയിൽ കയറിയിരിക്കുന്ന പരമ്പരാഗതമായി വർഷങ്ങളായി ഭരണം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത കുലജാത പരമ്പര കുടുംബങ്ങളുടെ രാജകുടുംബങ്ങളുടെ കൈകളിൽ നിന്നും ഭരണം താഴേക്കിടയിലെ സാധാരണക്കാരന്റെ കൈകളിൽ എത്തത്തക്ക വിധം ഒരു ഭരണമാറ്റം ഈ ചരിത്രത്തിൽ സംഭവിക്കുമെന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതിവെച്ച വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ നാം പാർക്കുന്ന നാടുകൾ ഉൾപ്പെടെയുള്ളിടത്തെ ചുറ്റുപാടുകളിലേക്ക് കണ്ണുയർത്തി നോക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കും, ഈ മാറ്റങ്ങളുടെ കേളികൊട്ടലുകളും ചിലമ്പലുകളും പാദവിന്യാസങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും മുഴങ്ങുമ്പോൾ നാം കാണേണ്ടത് എന്തെന്നറിയാമോ? അവകാശമുള്ളവൻ രാജദണ്ഡ് കാലുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരുന്ന ശബ്ദം കേൾക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഭരണമാറ്റത്തിന് പുറകിൽ ദൈവത്തിന്റെ കരം കാണണം. നിങ്ങൾക്കറിയാമോ ദാനിയേൽ പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിലെ ഒരു സാമ്രാജ്യബിംബം? അറിയാൻ വയ്യാത്തവരുടെ കാണില്ലല്ലോ. തലതങ്കം കൊണ്ടും നെഞ്ചിൻ കൈകളും വെള്ളി കൊണ്ടും വയറുവരയിൽ താമരം കൊണ്ട് കാൽപ്പാതി ഇരുമ്പ് കൊണ്ട് കളിമണ്ണ് കൊണ്ടും ഉണ്ടാക്കിയ ഒരു മിശ്രബിംബം. അതിന്റെ ഏത് ഭാഗത്തേക്കാണ് കല്ലടിച്ചത്? നെറ്റിക്കല്ല, നെഞ്ചത്തല്ല, ഉദരത്തിനിട്ടല്ല, തുടകൾക്കിട്ടല്ല, കാൽപാദത്തിനിട്ട്. അതിന്റെ കാര്യം എന്താ? കല്ല് വരുന്ന കാലം അടുക്കുമ്പോൾ ചരിത്രത്തിൽ ഭരണം എവിടെ നിൽക്കും, ലോക ഭരണം എവിടെ നിൽക്കുമെന്നുള്ള പ്രവചനമാണ്.
നോക്കുക, എവിടെയായിരിക്കും കല്ലടിച്ചത്? നെറ്റിക്കല്ല, തങ്കത്തിനല്ല, വെള്ളിക്കല്ല, താമ്രത്തിനല്ല, ഇരുമ്പിനല്ല, പിന്നെ കളിമണ്ണിന്. അതിന്റെ അർത്ഥം എന്താ? മുൻകാല പ്രാബല്യത്തോടെ ലോകരാഷ്ട്രങ്ങളെ അടിച്ചുടച്ച് ചൂർണീകരിക്കുന്ന നിത്യതയുടെ കല്ലായി നാം പ്രസംഗിക്കുന്ന നസ്രയനായ യേശു കൈതൊടാതെ ഇറങ്ങി വരുന്ന കാലത്ത് ലോക ഭരണകൂടം, ലോകം ജനാധിപത്യ ഭരണ സംസ്കാരത്തിലായിരിക്കും. നോക്ക്, കളിമണ്ണ് എന്താ? കളിമണ്ണ് കരിങ്കല്ല് അല്ല കളിമണ്ണ്. പിന്നെ എന്താ കളിമണ്ണ്? ഇരുമ്പല്ല കളിമണ്ണ്. എന്താ കളിമണ്ണ്? തങ്കമല്ല കളിമണ്ണ്. തങ്കം ബാബിലോൺ ആധിപത്യത്തെയും, വെള്ളി മേദ്യപാർസ്യൻ ഭരണ സംവിധാനത്തെയും, അതേ താമ്രം ഗ്രീക്ക് ആധിപത്യത്തെയും, അതേ ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച റോമൻ സാമ്രാട്ടുക്കളെ ഇരുമ്പും കാണിക്കുമ്പോൾ, ഉന്നത കുലജാതന്മാർ പരമ്പരാഗതമായി ഭരണം വെച്ചു ഭരിച്ച രാജകുടുംബങ്ങൾ കസേരയിലിരുന്ന സ്ഥാനത്ത് ഒരിക്കൽ നിലത്തിട്ട് ചവിട്ടിയ കളിമണ്ണ്, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളറ്റേറിയൻ, സാധാരണക്കാരന്റെ ഭരണം ചരിത്രത്തിൽ രംഗത്ത് വരുന്നൊരു കാലം ഉണ്ടാകുമെന്നും ആ കാലത്ത് ഇതിന്റെ പുറകിൽ അവകാശമുള്ളവൻ വരുമെന്നും എഴുതിവെച്ച വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ അല്പമിനിറ്റുകൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സാഹചര്യത്തെ വിലയിരുത്തണം. യേശുക്രിസ്തുവിനെ മടങ്ങിവരവ് ഏത് തലമുറയിൽ സംഭവിക്കും? ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ നിന്ന് വിളിച്ചു പറയുന്നു, നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, നമുക്ക് ഒരു ശവക്കുഴി തീരുന്നതിന് മുൻപ്, ഈ തലമുറയിൽപ്പെട്ട ദൈവമക്കൾക്ക് ഒരു വിലാപയാത്ര നടക്കുന്നതിന് മുൻപ്, എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കേ നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിന്റെ അവസാന പേജുകളിലേക്ക് അടുക്കുകയാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ ദൈവമക്കൾ ഇന്ന് രാത്രി ബുദ്ധിപരമായി കൂടെ ഈ വിഷയത്തെ വിലയിരുത്തണം. നിങ്ങൾക്കറിയാം, ലോക ചരിത്രത്തിൽ ഒരു തലമുറ മരണം കൂടാതെ മാറും എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഒരു തലമുറ ഇവിടുന്ന് മരണം കൂടാതെ മാറും. ആ തലമുറ ഏതാണ്? ആ തലമുറ ഈ തലമുറയാണ്. എങ്ങനെ പറയാം? നിങ്ങൾ ലോക ചരിത്രത്തിലേക്ക് നോക്കുക. ഞാനിന്ന് രാത്രി പറയാം, ഉന്നതന്മാർ ഭരണം കൈവശം വെച്ച് ഭരിച്ച സ്ഥാനത്ത് നിന്നും താഴെക്കിടയിലുള്ളവർ ഭരണത്തിലെത്തുന്ന ഒരു കാലം ചരിത്രമാറ്റമായിട്ട് ഉണ്ടാകുമെന്നല്ലേ ബൈബിൾ പറയുന്നത്? നിങ്ങൾക്കറിയാം, കറുത്ത വർഗക്കാരന്റെ കഴുത്തറത്ത് പാലങ്ങളുടെ അടിത്തറ ഉറപ്പിച്ച അമേരിക്കയിൽ കറുത്ത വർഗക്കാരന്റെ ചോരയിൽ പിറന്ന ഒരു ഒബാമ അധികാരത്തിലെത്തിയപ്പോൾ ഒരു കാര്യം ഓർക്ക്, ഉന്നതന്മാരെ നിലത്തിറക്കിയിരുത്തിയിട്ട് അന്തസ്സും ആഭിജാത്യവും ക്ഷത്രിയ കുലവംശജ ശ്രേഷ്ഠതയുമുള്ള ദൈവത്തിന് സ്തോത്രം ഉന്നതന്മാരെ ഇന്ത്യയിൽ നിലത്തിറക്കിയിരുത്തിയിട്ട് KR നാരായണനെ പോലെയുള്ളവരെ കസേരയിൽ കയറ്റിയിരുത്തി മാനിക്കാൻ ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുമ്പോൾ ദൈവജനം ഇന്ന് രാത്രി കണ്ണുയർത്തി നോക്കിയിട്ട് പറയണം, ഇതിന്റെ പുറകിൽ ആ ഭരണമാറ്റത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ലിസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് നിങ്ങൾക്ക് കുറെ കൂടെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് കർത്താവിന് സ്തോത്രം. ഏതൊരു കാലഘട്ടത്തിലാണ് ലോക ചരിത്രത്തിൽ ജനകീയ ഭരണത്തിലേക്കുള്ള മലക്കം മറിച്ചിൽ ഉണ്ടായത് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ സഹായകമാകും. ആ ലിസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾ ഓരോ വർഷങ്ങളും ആ വർഷങ്ങളിൽ സ്വതന്ത്രരായ രാജ്യങ്ങളുടെയും പേരാണ് ഞാൻ വായിക്കുന്നത്. 1948 സിലോൺ സ്വതന്ത്രമായി, 1950 വിയറ്റ്നാം സ്വതന്ത്രമായി, 1956 സുഡാൻ സ്വതന്ത്രമായി, 1960 നൈജീരിയ സ്വതന്ത്രമായി, 1957 ഗാന സ്വതന്ത്രമായി, 1957 മലയ സ്വതന്ത്രമായി, 1961 സൈപ്രസ് സ്വതന്ത്രമായി, 1962 ഗ്രീൻലൻഡ് സ്വതന്ത്രമായി, 1962 ഉഗാണ്ട സ്വതന്ത്രമായി, 1963 കെനിയ സ്വതന്ത്രമായി, 1946 സിറിയ സ്വതന്ത്രമായി, 1946 ജോർദാൻ സ്വതന്ത്രമായി, 1947 ഇന്ത്യ സ്വതന്ത്രമായി, 1949 ചൈന റിപ്പബ്ലിക്കായി. എന്താ ഞാൻ ഈ ലിസ്റ്റ് വായിച്ചതിന് ഉദ്ദേശം എന്നറിയാമോ? നിങ്ങൾക്കറിയാം, ലോക ചരിത്രത്തിൽ ഒരു പ്രത്യേക സമയം വന്നപ്പോൾ ലോകവ്യാപകമായി സ്വാതന്ത്ര്യ ത്വര മനുഷ്യ സമൂഹത്തിൽ ആഞ്ഞടിച്ചു. എന്നിട്ട് അവർ സംഘടിപ്പിച്ച വിപ്ലവങ്ങളിലൂടെ പരമ്പരാഗതമായി സഹസ്രാബ്ദങ്ങളായി രാജകീയ ഭരണം കൈവശം വെച്ചുകൊണ്ടിരുന്ന ഭരണങ്ങൾ കാറ്റിൽ കൊടുങ്കാറ്റിൽ കരിയില പോലെ പാറിപ്പറന്നു. എന്തിന്? കോളനി വാഴ്ചകൾ അസ്തമിച്ച മണ്ണിൽ രാജകീയ ഭരണം ഉയർന്നു നിന്ന ഇടങ്ങളിൽ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നു. രാജാധിപത്യങ്ങൾ അസ്തമിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ ചരിത്രത്തിൽ ഉയരുന്നു. ഇത് കാണുമ്പോൾ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ എന്ത് തിരിച്ചറിയണം? അവകാശമുള്ള ഒരാൾ വരാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി എന്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, ഇന്ന് രാത്രി കർത്താവ് ആകാശമേഘങ്ങളിൽ വന്നാൽ ഞാൻ അവനോടൊപ്പം എടുക്കപ്പെടുമെന്ന് പറയാൻ അകത്ത് പ്രാഗൽഭ്യമുള്ളൊരു
ദൈവവേദന ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, നിന്റെ സ്തോത്രം കേട്ടാൽ അറിയാം. ആത്മാവിൽ ആരാധിക്കുന്ന നിത്യതയുടെ ദർശനം പ്രാപിച്ച ദൈവമക്കളെ കണ്ടാൽ അറിയാം എന്ന ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്. ഈ രാത്രി യോഗം അവസാനിക്കുന്നതിന് മുൻപ് നിത്യതയ്ക്കായി നിങ്ങൾ ഒരുങ്ങിയാൽ നിങ്ങൾ ഭാഗ്യശാലികൾ. മറക്കരുത്, ചരിത്രം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നത്? ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്ന അതിഭയങ്കരമായ ഉന്മൂലനാശങ്ങളുണ്ട് കേട്ടോ. കാടിലെ കാറുകളിൽ കറങ്ങി നടന്ന് അപ് ടു ഡേറ്റ് മോഡൽ ബംഗ്ലാവുകളിൽ പാർത്ത് പട്ടുടയാടകൾ ധരിച്ച് സുഖമായി തലമുറകൾക്ക് വേണ്ടതെല്ലാം വാരിക്കൂട്ടി ഇവിടെ കഴിയാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. അടിവരയിട്ടുകൊള്ളുക, ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. കൊണ്ടു നടന്ന് തടിപിടിപ്പിച്ച് വലിച്ച് ചൂഷണം ചെയ്ത് ഉപയോഗിച്ചൊരു കൊലക്കൊമ്പൻ ഉത്സവപ്പറമ്പിൽ മതമിളകി കഴിയുമ്പോൾ പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ച് നിലത്തെട്ട് ചവിട്ടിക്കീറി നാലുപാടേക്കും വലിച്ചെറിഞ്ഞ് കൊലവിളി നടത്തുന്നത് പോലെ നമ്മുടെ മുൻപിൽ ലോകം മനുഷ്യ സമുദായത്തിനെതിരെ കൊലവിളി നടത്തുന്ന ദിവസങ്ങൾ വരാൻ തുടങ്ങുകയാണ്. എന്നാൽ ആത്മനിർവ് പ്രാപിച്ച ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. എന്താണെന്നറിയാമോ? യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് സ്ഥാനാപതികളെ തിരിച്ചു വിളിക്കുന്നത് പോലെ ന്യായവിധി തുടങ്ങുന്നതിന് മുൻപ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നിത്യ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ആത്മാവിൽ കാണട്ടെ. ആ ദിവസങ്ങൾ അടുത്തു വരികയാണ്. കർത്താവിന് സ്തോത്രം. എന്താണ് ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നത്? ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്ന സംഭവങ്ങളെ ഞാൻ അക്കമിട്ട് പറയാം. ഒന്ന്, അധികം താമസിക്കാതെ ഒരു മഹായുദ്ധത്തിന്റെ ശംഖുനാദം ഈ മണ്ണിൽ ഉയരും. സ്തോത്രം. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും ഒരു യാഥാർത്ഥ്യമാണത്. നമുക്കറിയാം, ഏതാണ്ട് 15,000-ലധികം യുദ്ധങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഗവേഷകന്മാർ പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൽ 30 ലക്ഷം ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 18-ാം നൂറ്റാണ്ടിൽ 50 ലക്ഷം ആളുകൾ യുദ്ധങ്ങളാൽ കൊല്ലപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ 60 ലക്ഷം ആളുകൾ യുദ്ധങ്ങളാൽ കൊല്ലപ്പെട്ടു. 20-ാം നൂറ്റാണ്ട് 2 മഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒന്ന് 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധം. 2 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധം. ഒന്നാം ലോകമഹായുദ്ധത്തിൽ 100 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ 550 ലക്ഷം, 5.5 കോടി പേർ കൊല്ലപ്പെട്ടു. 5.5 കോടി പേരെ കൊന്നുമുടിച്ച രണ്ടാം ലോകമഹായുദ്ധം കൊണ്ട് മനുഷ്യൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു ഉന്മൂലനാശത്തിനു വേണ്ടി ചരിത്രം ഒരുങ്ങുമ്പോൾ ലോകഗതി ഒരു പ്രത്യേക വഴിത്തിരിവിൽ, ഒരു ദശാസന്ധിയിലെത്തും. ആ യുദ്ധം നടക്കുന്ന സമയം, ആ യുദ്ധത്തിന്റെ ശാക്തിക ചേരികൾ, ആ യുദ്ധത്തിന്റെ ആയുധ നിര, ആ യുദ്ധത്തിന്റെ സ്വഭാവം, ആ യുദ്ധത്തിൽ പങ്കുചേരുന്ന രാജ്യങ്ങൾ, ആ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധം, അതിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടുമോ, അത് കരയുദ്ധമോ വ്യോമയുദ്ധമോ, അതിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെ, മധ്യപൂർവ്വ പ്രദേശങ്ങളിലെ ഓരോ രാജ്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ ഏത് സ്ഥാനം വഹിക്കും, യുദ്ധത്തിന്റെ പരിണിത ഫലം എന്ത്, പലസ്തീൻ നാടിന് അവസാനം എന്ത് സംഭവിക്കും, പടയാളികളുടെ ശവസംസ്കാരം എങ്ങനെ സംഭവിക്കും എന്നുവരെ എഴുതിവെച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഇത് വിവേചിച്ച് കേൾക്കുന്ന സമയത്ത് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് പ്രവചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തിയതുപോലെ എന്റെ മുൻപിൽ നിത്യതയ്ക്കായി വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ അകം കത്തുന്ന രാത്രിയായി രാത്രി തീരട്ടെ. നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി രാത്രി കാര്യങ്ങൾ നോക്കണം. ദൈവത്തിന് സ്തോത്രം. അടിത്തറ തകർന്ന ഒരു കപ്പലിൽ കിടക്ക വിരിക്കുന്നത് പോലെ തകർച്ചയുടെ മുൻപിൽ നിങ്ങൾ മൗനമായിരിക്കരുത്. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ സംഭവങ്ങൾക്ക് നടുവിൽ കണ്ണുയർത്തി കർത്താവിനെ നോക്കണം. നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒടുവിലത്തെ ഭാഗത്ത് ഞാനതിന്റെ വിശദീകരണങ്ങൾ പറയാം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 6:4, 6:5, 6:6, 6:8, 7:4, 7:8, 8:8, 8:9, 16:2, 16:13, 16:14, 16:18, 16:21 ഈ വാക്യങ്ങളെല്ലാം എടുത്ത് ഒടുവിൽ വിശദീകരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒത്തുവന്നാൽ പറയാം. എങ്കിലും ആമുഖത്തിൽ സംഭവത്തിലേക്ക് നിങ്ങളെ ഒന്ന് വഴിത്തിരിയിടാൻ, ഒരു വഴിമരുന്നിടാൻ മാത്രം ഒരു കുത്തു റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇത് പാസ്റ്റർമാരും കണ്ട വെളിപ്പാടല്ല, ഇത് ശാസ്ത്രലോകം നൽകിയ ഒരു മുന്നറിയിപ്പുകളുടെ, ദൈവത്തിന് സ്തോത്രം, ഒരു കുത്ത് പേപ്പർ റിപ്പോർട്ടുകൾ ഞാൻ വെട്ടിയെടുത്തത് മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ ഉൾപ്പെടെയുള്ള ചില പ്രത്യേക പത്രങ്ങളിൽ വന്ന വാർത്തകളാണ് ഇപ്പോൾ ആദ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. തൊട്ട് മുൻപിൽ എവിടേക്ക് നീങ്ങുന്നു എന്ന് ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ ഒരു വാർത്ത കഴിഞ്ഞ ഒരു ദിവസം വന്ന വാർത്തയാണ്. സൂര്യതാപത്തിന് പിൻപിൽ സൗരകിരണങ്ങളിലെ മാറ്റം. ഞാൻ വായിക്കാം.
സൂര്യന്റെ താപത്തിന് പിന്നിൽ അസാധാരണമായ വിധം അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളാണെന്ന് US ബഹിരാകാശ ഏജൻസിയായ നാസ ഏതാണ്ട് സൂര്യനിൽ നിന്നും സൗര ഉത്തുംഗതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി നാസയുടെ പ്രത്യേക നിരീക്ഷണ നിലയം കണ്ടെത്തി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ത്വക്കിൽ പൊള്ളിയിളക്കമുണ്ടാക്കുന്ന അസാധാരണമായ ചൂടിന്റെ രഹസ്യം ഇതാണ്. തീ തുപ്പുന്നത് പോലെ സൂര്യനിൽ നിന്നും തീഷ്ണകിരണങ്ങൾ തള്ളിവരുന്ന പ്രതിഭാസമാണ്. 3 ലക്ഷം കിലോമീറ്റർ വരെ ഈ തീജ്വാലയ്ക്ക് നീളം വരും. ത്വക്കിൽ പൊള്ളിയിളക്കമുണ്ടാക്കുന്ന ചൂടേറിയ ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, UV കിരണങ്ങൾ ഇതിലുണ്ട്. UVയുടെ തരംഗദൈർഘ്യം 300 മുകളിൽ കടക്കുമ്പോഴാണ് അപകടം. ഇപ്പോഴത്തെ വെയിലിൽ ആ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇത് വർദ്ധിച്ചാൽ അർബുദം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളിലേക്ക് മനുഷ്യ സമുദായം നീങ്ങും. അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളാണ് ഇവയെ തടയേണ്ടത്. എന്നാൽ കാലാവസ്ഥാ മാറ്റം മൂലം ഓസോൺ പാളികൾ ശോഷിച്ചിരിക്കുന്നതിനാൽ ഈ കിരണങ്ങൾ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അധികം താമസിക്കാതെ വാർത്താ വിതരണ സംവിധാനങ്ങൾ പോലും തകരുന്ന അത്യുഗ്രമായ കൊടുങ്കാറ്റുകൾ പ്രകൃതിയിൽ ഇളകി വരുന്ന അതിഭീകരമായ സംഭവങ്ങളിലേക്ക് ഇത് നീങ്ങും എന്നാണ് ബൈബിൾ പ്രവചനം. നിങ്ങൾ നോക്ക്, സൂര്യൻ 9,30,00,000 മൈൽ അപ്പുറത്തു നിന്ന് കത്തിജ്വലിക്കുന്ന 6000 ഡിഗ്രി സെൽഷ്യസിൽ അകം തിളയ്ക്കുന്ന ഈ സൂര്യനിൽ ഉണ്ടാകുന്ന മാറ്റം മുഖാന്തരം പ്രകൃതിയിൽ ചൂട് കൂടുന്നെന്ന്. എന്നാൽ വെളിപ്പാട് 16 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അടുത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, തീ കൊണ്ട് മനുഷ്യനെ ചുടത്തക്ക വിധം സൂര്യന് അധികാരം ലഭിച്ചു. അന്ത്യകാലമെടുക്കുമ്പോൾ സൂര്യന്റെ താപം കൂടിയിട്ട് മനുഷ്യന് പ്രകൃതി സഹിക്കാൻ കഴിയാത്തതാകുമെന്ന് 20 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതിവെച്ച പുസ്തകം ഒരു കൈയിലും മറുകൈയിൽ പത്രക്കുറിപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുക. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ് അടുക്കൽ വാതുക്കൽ തന്നെ. സ്തോത്രം. അടുത്തൊരു വാർത്ത, ആഗോള താപനം, സമുദ്രനിരപ്പ് ഉയരുന്നു എന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ വിഷയങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിഷയത്തിന് ഗൗരവം ശ്രദ്ധിക്കുക. ആഗോള താപനത്തിന്റെ ഫലമായി സമുദ്രനിരപ്പ് മുൻ കണക്കൂട്ടലുകളെക്കാൾ വേഗത്തിൽ ഉയരുന്നു. കൊൽക്കത്ത ഉൾപ്പെടെ ലോകത്തിലെ സകല നഗരങ്ങളിലും ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ റിപ്പോർട്ട്. ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും സമുദ്രനിരപ്പ് 14 മീറ്റർ വരെ ഉയർന്നേക്കുമെന്നാണ് കണക്ക്. സമുദ്രനിരപ്പ് ഇത്രയും ഉയർന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മാലദ്വീപും ശാന്തസമുദ്രത്തിലെ ദ്വീപുകളും കടൽ വിഴുങ്ങും. കൊൽക്കത്ത, ധാക്ക, ലണ്ടൻ, ന്യൂയോർക്ക് എന്നീ നഗരങ്ങൾ വെള്ളപ്പൊക്കത്താൽ നഷ്ടം സംഭവിക്കും. ഈ ഭയങ്കരമായ പ്രകൃതി മാറ്റം കടൽ ഉയർന്നിട്ട് സമുദ്രതീര പട്ടണങ്ങൾ വെള്ളത്തിനടിയിലേക്ക് മറയും എന്നാണ് ശാസ്ത്ര റിപ്പോർട്ട്. നിങ്ങൾ വെളിപ്പാട് 6 വായിക്ക്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, എല്ലാ ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് വെള്ളത്തിനടിയിലേക്ക് മറയും. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്താൽ ദ്വീപുകൾ അപ്രത്യക്ഷമാകുന്ന ഒരു പ്രതിഭാസം അന്ത്യകാലത്ത്, ആ കറുത്ത കാലത്തിന്റെ കലാശം വരുന്ന കഠിനപീഡനങ്ങളുടെ ഘോഷയാത്ര ഈ മണ്ണിൽ ഒഴുകിയിറങ്ങുന്ന കാലത്ത് ഭവിക്കുമെന്ന് യോഹന്നാൻ എഴുതിയ കറുത്ത നാളുകൾ ഇനി അടുത്തു വരുന്നു എന്ന് ശാസ്ത്രം പറയുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ അതിനു മുൻപേ ഞങ്ങളുടെ നിത്യ വീട്ടിലേക്കുള്ള ട്രാൻസ്ഫർ നടക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി തലകളെ ഉയർത്തട്ടെ. ഈ രാത്രി മറക്കരുത്, നിത്യതയ്ക്കായി നമ്മൾ ഒരുങ്ങുന്ന രാത്രിയാകണം. ഞാൻ ചുരുക്കി ഓർപ്പിച്ചു വിടാം. കാർബൺ പുക ഭൂമിയെ ആകെ മൂടുന്നു. അത് ഇങ്ങനെ അങ്ങോട്ട് ലിസ്റ്റ് ഞാൻ പലതും വിശദീകരിക്കേണ്ടതുണ്ട്. എങ്കിലും സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ ഇതൊന്നും കടക്കുന്നില്ല എന്ന് ഞാനൊരു വസ്തുത പറയട്ടെ. ഇതിന് മുൻപിൽ ദൈവജനം ഓർക്കുക, നാം വന്നു തീരിക്കുന്ന കാലയളവ് സാധാരണ കാലയളവല്ല. ഇതിന് നടുവിൽ ഏറ്റവും ഗൗരവമായി പഠിക്കേണ്ട വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, പ്രവചന വിഷയം. നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. ഒരു പ്രവചന വിഷയത്തിന് ഗൗരവമേറിയ പഠനത്തിലേക്ക് കണ്ണുയർത്താൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായും നിങ്ങളുടെ കണ്ണ് ഈ മണ്ണിനേക്കാൾ നിത്യതയ്ക്കായിട്ട് ഉയരും. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, ഇവിടെ നടക്കാൻ തുടങ്ങുന്ന അടുത്ത മഹായുദ്ധം, ആ യുദ്ധത്തിന്റെ ശാക്തിക ചേരികൾ, ആ യുദ്ധം എവിടെ അവസാനിക്കും, ആ യുദ്ധത്തിന്റെ കാരണം, ഇതെല്ലാം ബൈബിൾ പറയുമ്പോൾ ഞാൻ മുൻപ് ആമുഖത്തിൽ ഓർപ്പിച്ചത് പ്രവചനത്തിന്റെ സത്യസന്ധതയാണ്. ഇത് അബദ്ധജടിലമായ പഴഞ്ചൻ ഗ്രന്ഥമല്ല. ഇത് മതനേതാക്കന്മാർ എഴുതി വെച്ച തത്വസംഹിതകളുടെ കൂമ്പാരമല്ല. നാളെ നടത്താൻ ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യപരിപാടികൾ കൃത്യമായി എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത മഹായുദ്ധത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ ക്ഷണിക്കുന്നു. ഇത് പറയുമ്പോൾ ഇത് എന്തിനു വേണ്ടി എഴുതിയെന്നോർക്കണം. അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും കാര്യം മനസ്സിലാക്കാൻ എഴുതിയതല്ല, തന്റെ ദാസന്മാർക്ക് കാര്യം മനസ്സിലാക്കാൻ എഴുതിയതാണ്. വീട്ടിൽ പോകാൻ സമയമടുത്തോ എന്ന് നിങ്ങൾക്ക്
നിനക്കറിയാൻ വേണ്ടിയാണ് ദൈവാത്മാവ് എഴുതിയിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ദൈവത്തിന്റെ ജനം പൊടി കുടഞ്ഞുകളഞ്ഞ് എഴുന്നേൽക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. യെഹെസ്കേൽ പ്രവാചകൻ കുറിക്കുകയാണ്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, റോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഹേ. 38 അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, 7 വാക്യമാണ് വായിച്ചത്. റോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഹേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും ഒട്ടൊഴിയാതെ പരിചയും പലകയുമെടുത്ത കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും അങ്ങനെ സകല ജാതികളെയും നിന്നോടൊപ്പം പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്ക. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വത നിരകളിൽ തന്നെ നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്നോടുകൂടിയുള്ള സകല പടക്കൂട്ടങ്ങളും മേഘം പോലെ ദേശത്തെ മൂടും. എന്താ? അന്നാളിൽ എന്റെ കോപം എന്റെ മൂക്കിൽ നിന്ന് ഉജ്ജ്വലിക്കും. ഞാൻ എന്റെ പർവ്വതങ്ങളോട് വാളെടുത്ത് വെട്ടുവാൻ കൽപ്പിക്കും. എന്റെ പർവ്വതങ്ങൾ വാളെടുത്ത് വെട്ടും. അന്ന് ഒരു വലിയ ഭൂകമ്പം അവിടെ ഉണ്ടാകും. ഇത് സംഭവിക്കുന്ന ശബ്ദം മധ്യപൂർവ്വ പ്രദേശത്ത് ഉയരുന്ന വേളയ്ക്ക് തൊട്ടുമുൻപ് യേശുവിന്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ മണ്ണിൽ നിന്ന് നിത്യ വീട്ടിലേക്ക് മാറത്തക്ക വിധം സംഭവങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒരു പടി നിങ്ങളെ ആത്മപരിശോധന ചെയ്തിട്ട് എഴുന്നേൽക്കുന്ന രാത്രിയാകണം. അഭിഷേകത്തിന്റെ ചൈതന്യം അകത്ത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഈ യോഗത്തിൽ സാധാരണ നിലയിലിരിക്കരുത്, പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കണം. അന്ധകാര ശക്തികൾ അനേകരുടെ കണ്ണുകളെ കേവലം ദിനാറിന് വേണ്ടിയും ഡോളറിന് വേണ്ടിയും മാത്രം ബന്ധിച്ച് നിയന്ത്രിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ രണ്ടാമതൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും, ഞാൻ കിടക്കുന്ന കൂര എനിക്ക് സ്വന്തമല്ലെങ്കിലും, ഇന്ന് രാത്രി കാഹളം ധരിച്ചാൽ എനിക്ക് അവിടെ കാണപ്പെടണമെന്ന ബോധ്യത്തോടെ നിങ്ങൾ ഒരുങ്ങുന്ന രാത്രിയായി ദൈവാത്മാവ് തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ശാപം മുറിക്കൽ ശുശ്രൂഷയല്ല നടത്തുന്നത്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ടെക്നിക്കുകൾ ഇവിടെ നടത്തുന്നില്ല. ഇന്ന് രാത്രി മുട്ടുവേദനയും പല്ലുവേദനയും മാറ്റാനുള്ള ടെക്നിക്കല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന കിടപ്പുമുറി നിങ്ങളുടെ മരണമുറിയായി മാറിയാൽ, നിങ്ങളുടെ കണ്ണ് തുറന്നാൽ നിങ്ങൾ നിത്യതയിലായിരിക്കണം എന്നാഗ്രഹിച്ച് ആണ് ഈ രാത്രി വചനം പ്രസംഗിക്കുന്നത്. പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളെ വിളിക്കുന്നത് മണ്ണിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ്. അത് തിരിച്ചറിയാൻ കഴിവുള്ള ദൈവമക്കൾ ആത്മാവിൽ രാത്രി ഉണരട്ടെ. എന്താണ് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്? യെഹെസ്കേൽ പറയുകയാണ്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാനതൊക്കെ ഓരോന്നും വിശദീകരിക്കാനുള്ള സമയത്തിന് പരിമിതിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ രാഷ്ട്രീയതകളിലേക്ക് യെഹെസ്കേൽ പ്രവാചകൻ വിരൽ ചൂടുകയാണ്. റോഷ്, റഷ്യ, മേശക്, മോസ്കോ, തൂബൽ, സൈബീരിയ, ഇതിന്റെ ലിസ്റ്റ് എടുത്ത് പഠിക്കണം. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം ഇവിടെ വിശദീകരിച്ചിരിക്കുന്ന പേരെന്ന് പറയുന്നത് BC 1500-നും AD 95-നും ഇടയിൽ ലോകരാഷ്ട്രങ്ങൾക്കുള്ള പേരാണ്. അതിനിടയിൽ പേരുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യ എന്നുള്ളത് മധ്യപാർസി സംസ്കാരത്തിന്റെ കാലഘട്ടത്തിൽ ഹിന്ദു ദേശമെന്ന് വിളിക്കപ്പെട്ടിരുന്നത്. പലസ്തീൻ നാട്ടിന്റെ പേരുകൾ പോലും പലതും മാറിയിട്ടുണ്ട്. ഇറാഖ് പുരാതന ബാബിലോണാണെന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തിന്? ബോംബെ മുംബൈയായ ചരിത്രം, മദ്രാസ് ചെന്നൈയായ ചരിത്രം നിങ്ങൾക്ക് അധികം നാളായിട്ടില്ലല്ലോ, വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഭരണത്തിന്റെ സ്ഥലങ്ങൾക്ക് പേരുമാറ്റം വരും. എന്നാൽ ബൈബിൾ ആ കാലഘട്ടത്തിൽ പേര് കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് എഴുതുന്ന സമയമ്പോൾ അന്നത്തെ രാജ്യങ്ങളുടെ ലിസ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ കുറിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? രാഷ്ട്രീയ ചേരിയെ കൃത്യമായി കുറിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന സമയമുണ്ടെങ്കിൽ റോസ്, മേശക്, തൂബൽ ഇവയും സെബയും ദദാനും തർസീസ് വർത്തകന്മാരും അവയുടെ ബാലസിംഹങ്ങൾ ഇവയും പാർസികർ, ഭൂഷ്യർ, കൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും തോഗർമാഗ്രഹവും ഇവയുടെ ബയോളജി, അവയുടെ ജീനിയോളജി എടുത്തിട്ട് ചരിത്രത്തിലൂടെ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഈ പറയുന്ന ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന രാജ്യങ്ങളെല്ലാം രണ്ട് ചേരികളായി മാറും എന്നാണ് ബൈബിൾ പ്രസ്താവന. ഒരു ചേരി, റഷ്യൻ ചേരിയുടെ പിന്നിൽ പ്രത്യേകമായി അണിനിരക്കുന്ന പാശ്ചാത്യ ചേരി, ആ ചേരിയുടെ പുറകിൽ പാർസികൾ, ഭൂത്യർ, ഗോമേർ അഥവാ എല്ലാ മുസ്ലിം കൺട്രീസ്, പാശ്ചാത്യ ശക്തികളുടെ പിന്നിൽ മുസ്ലിം രാജ്യങ്ങൾ, പൗരസ്ത്യ ശക്തികളുടെ പിന്നിൽ മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു ചേരിയായി അണിനടക്കുമ്പോൾ പൗരസ്ത്യ ചേരികളുടെ പുറകിൽ
പാശ്ചാത്യ ചേരിയുടെ പുറകിൽ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അണിനിരക്കും എന്നാണ് ബൈബിൾ പ്രവചനം. അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റ് പഠിച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയ ചേരിയെ പരിശുദ്ധാത്മാവ് 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എങ്ങനെ വിശദീകരിച്ചിരിക്കുന്നുവോ അത് കൃത്യമായി വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് രാത്രി വിശ്വസിക്കുന്നു, സമയമടുക്കുമ്പോൾ ഇതിനെ രംഗത്ത് കൊണ്ടുവരത്തക്ക വിധം ഇതിന് പുറകിൽ ചലിച്ച കരമേതാ? ഒന്നാം ലോകമഹായുദ്ധകാലത്ത് റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ചരിത്രത്തിൽ എഴുതിയത് റൂസോ ജപ്പാൻ യുദ്ധമെന്നല്ലേ? ഇന്ന് റഷ്യ ആരാണെന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ നിങ്ങൾ നോക്ക്, ചരിത്രത്തിന് പ്രത്യേക സമയം വന്നപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന്റെ കൈകളിലിരുന്ന അധികാര കാലഘട്ടത്തിൽ നിന്നും റഷ്യ ചരിത്രത്തിൽ രംഗത്തേക്ക് വന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ റഷ്യ വൻശക്തിയായി മാറി. അപ്പോൾ തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ 20 നൂറ്റാണ്ടുകളായി ചിതറിപ്പോയി ഇസ്രായേൽ ജനം ചരിത്രത്തിലേക്ക് വന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവർക്ക് അവരുടെ നാഷണൽ ഹോം സ്ഥാപിക്കപ്പെട്ടു. 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ബൈബിൾ എഴുതി വെച്ച പ്രവചനങ്ങൾ കൃത്യമാക്കിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ അവയുടെ പാദവിന്യാസങ്ങൾക്ക് രാഷ്ട്രീയ നാടകവേദിയിൽ പ്രത്യക്ഷമാകുകയും പരിശുദ്ധാത്മാവ് എഴുതി വെച്ച കൃത്യം പ്രൊപ്പോഷനിലൂടെ ഈ രാജ്യങ്ങൾ 2 ചേരികളായി മാറുകയും ചെയ്തപ്പോൾ ദൈവജനം ഒരു കാര്യം മനസ്സിലാക്കുന്നു: പ്രവചനം നിറവേറ്റാൻ ഇതിന്റെ പുറകിൽ ചലിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, നീയോ ബേതലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്നല്ലേ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനം? പക്ഷേ ബേതലഹേമിലാണോ രാജാക്കന്മാർ പിറക്കേണ്ടതല്ല, യെരുശലേമില. എന്നാൽ പിറക്കേണ്ട സ്ഥലം പ്രവാചകൻ പ്രവചിച്ച സമയം ബേതലഹേമിലെ ആയിരുന്നില്ലേ? പക്ഷെ നോക്ക്, ഒരു ഗർഭിണിയായ പെണ്ണ് വാഹനമൃഗത്തിന്റെ പുറത്ത് കയറി ഏഞ്ഞും വലിഞ്ഞും അവൾ അങ്ങനെ യാത്ര ചെയ്ത് ബേതലഹേമിൽ എത്തിയപ്പോൾ പ്രസവവേദന കഠിനമായി. അവിടെ വെച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുക്കത്തക്ക വിധം ഇവളെ പ്രസവിപ്പിക്കാൻ ബേതലഹേമിൽ എത്തിച്ച കരമേതാ? നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പ്രവചിച്ച ആ കരം ഇതിന്റെ പുറകിൽ ചലിക്കുകയാ. അങ്ങനെങ്കിൽ ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കൾ അറിയണം, 21-ാം നൂറ്റാണ്ടിൽ ആ 2011 ലോകരാഷ്ട്രങ്ങളെ ഈ ചേരിയിൽ അണിനിരത്താൻ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പ്രവചനത്തിന്റെ കരമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതായിട്ട് അറിയണം. ഇനി രണ്ടാമത്തെ ഭാഗം, എപ്പോഴായിരിക്കും ഈ സംഭവം നടക്കുന്നത്? സംഭവം നടക്കുന്ന സമയം ദൈവത്തിന് സ്തോത്രം. 8-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് 38-ന്റെ 8-ാമത്തെ വാക്യം വേഗം. 38-ന്റെ 8. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ ആ ജാതിയുടെ പാപം അതിന് അത്യുച്ച കോടിയിലെത്തി. അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ ഈ ജനത ക്രൂശീകരണത്തിന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് സുമാർ 40 വർഷം കഴിഞ്ഞപ്പോൾ ആ ജാതിയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങുകയാണ്. ചരിത്രം നിങ്ങൾക്കറിയാം. AD 70 ടൈറ്റസിന്റെ സൈന്യം യഹൂദന് ചുറ്റുമടുത്തു. 3.5 മാസത്തെ നിരോധനത്തിന്റെ സമയം സ്വന്തം കുഞ്ഞുങ്ങളെ കഴുത്തിന് പിടിച്ച് ഞെക്കിയിട്ട് മാംസം വറുത്തെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ കാഴ്ച പലസ്തീന്റെ മണ്ണിൽ ഉയർന്നില്ലേ? 13,56,000 അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് സൈന്യം അകത്തെ കിരമ്പി കയറിയപ്പോൾ കുതിരയുടെ കടിവാളങ്ങളോളം ചോരപ്പുഴ ഒഴുകുകയായിരുന്നു. അവർ 4 പാടേക്കും ചിതറി. എന്തിന്? ആ ജനതയുടെ തകർച്ചയുടെ ചരിത്രം മാത്രം പറഞ്ഞാൽ ഏത് ഹൃദയവും കരയും. നിങ്ങൾക്കറിയാമോ ഹിറ്റ്ലർ ഈ ജനതയോട് ചെയ്തത്? നിങ്ങൾ വായിച്ചു കാണും. ജോലി തരാം, പേർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞ് വീടിന്റെ ഹോളിന്റെ എൻട്രൻസിലേക്ക് വിളിച്ചു. പേർ രജിസ്റ്റർ ചെയ്തു, അകത്ത് കയറി. ഓരോരുത്തരകത്ത് കയറി. അവസാനത്തെ ആൾ കയറി കഴിഞ്ഞപ്പോൾ വാതിലടഞ്ഞു. അകത്ത് കയറിയ ആളുകൾ ബാത്റൂം അന്വേഷിച്ചു. ഒരാൾ ബാത്റൂം തുറന്ന് അകത്തോട്ട് കയറി ടാപ്പ് പിടിച്ച് തിരിച്ചു. ഇറങ്ങി വരുന്നത് ഗ്യാസ് ആയിരുന്നു, വെള്ളമല്ലായിരുന്നു. അകത്ത് നിന്നവർ പെടഞ്ഞു വീണ് മരിച്ചു. അത് പുറത്തേക്ക് പ്രവഹിച്ചു. അവർ മുഴുവൻ ചത്തുവീണു. എന്തിനേറെ വീണത് ബെൽറ്റിലേക്കായിരുന്നു. ആ ബെൽറ്റ് മുൻപോട്ട് നീങ്ങി. അത് തയ്യാറാക്കി വെച്ച കുട്ടകങ്ങളിലേക്ക് മനുഷ്യന്റെ പച്ച മാംസം മറിഞ്ഞു. കാലിൽ കുത്തിക്കടത്തിയ സൂചിയിലൂടെ ചോര ഊറ്റി ചണ്ടിക്കൂമ്പാരങ്ങൾ വലിച്ചെറിഞ്ഞു. എന്നിട്ട് യഹൂദന്റെ പച്ച മാംസം പാത്രത്തിൽ കുതുകുത കുത്തിത്തിളപ്പിച്ച് അതിൽ നിന്ന് വെട്ടിയെടുത്ത നെയ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റു. നിങ്ങൾക്കറിയാമോ സാർ ചക്രവർത്തിമാർ ജനതയോട് ചെയ്തത്? നിരത്ത് നിർത്തി 1.5 ലക്ഷം എണ്ണത്തെ നിരത്തി നിർത്തി. വായിലോട്ട് കൊടിലുകൾ തള്ളിക്കയറ്റി നാക്കി ജീവനോടെ പിഴുതെടുത്തിട്ട് മൂടിക്കൊന്നു. ആ കാലഘട്ടത്തിൽ നാസ്തിക ലോകം ചോദിച്ചു, ദൈവം എവിടെ? ദൈവം മരിച്ചു. ദൈവത്തിന് കണ്ണ് കാണത്തില്ല, ദൈവത്തിന് ചെവി കേൾക്കത്തില്ല.
ഈ സമയത്ത് വേദപുസ്തകം ചോദിച്ചു, ദൈവം തന്റെ സ്വന്തം ജനമായ യഹൂദനെ കൈവിട്ടോ? ബൈബിൾ മറുപടി പറയുന്നു, ഒരു നാളുമില്ല. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ലോക ചരിത്രത്തിന് പ്രത്യേക ഘട്ടം വരുമ്പോൾ അവർ ചിതറിക്കപ്പെട്ട സ്ഥാനത്തൊന്നും മടങ്ങി വാഗ്ദത്ത ദേശത്ത് വരുന്ന കാഴ്ച ദൈവമക്കൾ കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ശവക്കുഴിക്കകത്ത് നിന്നും അവർ എഴുന്നേറ്റ് വരുന്ന ഘട്ടം വരുമ്പോൾ കൃപ ലഭിച്ച ദൈവമക്കൾ അവർക്ക് വരുവാനുള്ളവൻ വരാൻ സമയമെടുത്തു. സംഭവങ്ങൾ അങ്ങോട്ട് നീങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചരിത്രത്തിൽ 2 മഹായുദ്ധം ദൈവം അയച്ചു. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ബൈബിൾ ഒരു പ്രത്യേക സംഭവത്തെ ഇങ്ങനെ വിശദീകരിക്കുന്നു. ഈറ്റുനോവ് ആരംഭിക്കുന്ന സംഭവം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, ഞാൻ ഉദ്ധരിക്കാം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടരുത്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെവിടങ്ങളിൽ ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമത്രേ. എന്താ ഈറ്റുനോവ്? ഈറ്റുനോവ് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആരിവിടെ ഇല്ലല്ലോ. ഒരമ്മയുടെ പ്രസവവേദന, അതാണ് ഈറ്റുനോവ്. അത് ഒരുമിച്ചല്ല വരുന്നത്, ഇടവിട്ടിടവിട്ടാ വരുന്നത്. ഒരു വേദന ആരംഭിച്ചു, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അടുത്ത വേദന, ഒടുവിൽ ആരംഭിക്കുന്ന വേദന തുടങ്ങി ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞ എന്താ? ലോക ചരിത്രത്തിന് ഈറ്റുനോവ് കിട്ടുന്ന ഒരു സംഭവം ഞാൻ പറയാം. അത് ഒരു ജനനത്തിൽ അവസാനിക്കും. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്ന കാഹള ശബ്ദത്തിന്റെ ജനനത്തിൽ അവസാനിക്കുന്ന ഒരു ഈറ്റുനോവ് ചരിത്രത്തിൽ തുടങ്ങും. ആ ഈറ്റുനോവ് ഏതെന്നറിയാമോ? ജാതി ജാതിയോട് ഏറ്റുമുട്ടും. അതിന്റെ പുറകിൽ രാജാക്കന്മാർ അണിചേരും. അങ്ങനെ വിശ്വയുദ്ധം ചരിത്രത്തിൽ നടക്കും. അത് ചരിത്രത്തിലെ ഈറ്റുനോവിന്റെ ആരംഭമായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഓസ്ട്രിയയുടെ സിംഹാസനാരൂഢനാകേണ്ട ഫ്രെഡറിക് ഫ്രാൻസ് ഫെർഡിനാൻഡോ തന്റെ ഭാര്യ സോഫിയോടൊപ്പം അവരുടെ 14ാമത്തെ വിവാഹ വാർഷികത്തിൽ തൊട്ടടുത്ത രാജ്യമായ സോർബിയയിലേക്ക് പോകുമ്പോൾ ഒരു സോർബിയക്കാരൻ ഒരു ഗ്രാനൈഡ് എടുത്ത് ഈ ഗ്രൂപ്പിന് നേരെ വലിച്ചെറിഞ്ഞു. 20ഓളം അംഗരക്ഷകർ മുറിവേറ്റ് വീണു. അതിൽ തന്റെ പ്രധാനപ്പെട്ട അംഗരക്ഷകൻ മരണത്തോടടുക്കുന്ന വാർത്തയറിഞ്ഞ് ഫെർഡിനാൻഡോ ഭാര്യയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് കാർ തിരിച്ചുവിട്ടു. ഒരു വഴിവക്കിൽ കാർ നിർത്തിയിട്ട് വഴി ചോദിച്ചപ്പോൾ ഒരു സോർബിയക്കാരൻ ഒരു തോക്കെടുത്ത് ഫെർഡിനാൻഡോയെയും ഭാര്യയെയും കാറിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തി. തമ്മിൽ കെട്ടിപ്പിടിച്ച് ചോരയിൽ കുളിച്ച് വിവാഹത്തിന്റെ 14ാം വാർഷികത്തിൽ ഫെർഡിനാൻഡോയും അദ്ദേഹത്തിന്റെ ഭാര്യയും യൂറോപ്പിൽ മരിക്കുമ്പോൾ അവിടെ പള്ളിമണികൾ അടിച്ചു. പക്ഷെ ആരും അറിഞ്ഞില്ല, അടുത്ത ദിവസങ്ങൾ നടക്കാൻ തുടങ്ങുന്ന ലക്ഷങ്ങളെ കൊന്നുമുടിക്കുന്ന മഹായുദ്ധത്തിന്റെ അന്തിമ മണിമൊഴിയാണ് ഈ കേൾക്കുന്നതെന്ന്. നിങ്ങൾക്കറിയാമോ, ജർമ്മനിയും ജപ്പാനും ഒക്കെ യുദ്ധത്തിൽ അണിചേർന്നു. അതൊക്കെ ഒടുവിൽ ഒരു മഹായുദ്ധമായി അവസാനിച്ചു. എന്നാൽ ചരിത്രത്തിന് പുറകിൽ ദൈവത്തിന്റെ കരം ചലിച്ചു. ഒടുവിൽ യുദ്ധമേഖലയിൽ നിന്നും അല്ലംബിയെ വിളിച്ചു വരുത്തി പലസ്തീൻ നാട് തിരിച്ചുപിടിക്കാൻ ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ എഴുതിവെച്ച ഉടമ്പടിയുടെ വെളിച്ചത്തിൽ വസ്തുതകൾ ഏറ്റെടുത്ത് ഒരു വെടി പോലും പൊട്ടിക്കാതെ, ഒരു തുള്ളി ചോര ചിന്താതെ 1918-19 കാലയളവിൽ അവർ ആ മണ്ണിലോട്ട് കയറിയപ്പോൾ ഇത് മനുഷ്യന്റെ കരമല്ല, ഇത് നസ്രായന്റെ വാക്കാണ്. അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ 1948 മെയ് മാസം 14-ാം തീയതി അർദ്ധരാത്രി ഇസ്രയേലിന്റെ പ്രഥമ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗൂറിയോൻ ഇസ്രയേൽ പർവ്വതത്തിൽ കൊടി ഉയർത്തിക്കൊണ്ട് ഇത് ഇസ്രയേൽ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചതോടുകൂടെ ആ ജാതി അവിടെ ജന്മം കൊണ്ട് നിൽക്കുമ്പോൾ അവരോടുള്ള പ്രത്യേക മമത കൊണ്ടൊന്നുമല്ല, എന്നാൽ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇതിന്റെ പുറകിൽ ഒരു കരം കാണുന്നു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ വീട്ടിൽ പോകാൻ സമയമായി. ഇനി മണിക്കൂറുകൾ, ഒരു 2 ദിവസം പറയേണ്ട ഹിസ്റ്ററി അവിടെ ഷോട്ട് ചെയ്യുക. സമയം എപ്പോൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഏതാണ്ട് AD 70 മുതൽ 1948 വരെ സമയമല്ലായിരുന്നു, ഇപ്പോൾ സമയമായി. ഇനി രണ്ടാമത്തേത്, ഈ യുദ്ധത്തിന്റെ സ്വഭാവം. നിങ്ങൾ ഒന്ന് വന്നാട്ടെ, മുൻപോട്ട് വന്നാട്ടെ. യുദ്ധത്തിന്റെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഭാഗമാണ്. യുദ്ധത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. 17ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. 38-17 മുതൽ. ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രയേലിന് വിരോധമായി വരുത്തും,
എന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ 9-ാം വാക്യം കൂടെ ചേർത്ത് വെച്ചു. 9-ാം വാക്യം കൂടെ 9 അത് കഴിഞ്ഞ് 18 വായിക്കാമെങ്കിൽ ഞാൻ ഉദ്ധരിക്കാം. 9-ാമത്തെ വാക്യം വായിച്ചു. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള പല ജാതികളും. ശ്രദ്ധിക്കണം, ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിക്കുകയാണ് ഈ യുദ്ധം നടക്കുമ്പോൾ എങ്ങനായിരിക്കും വരുന്നത്. തികച്ചും ഏകാഗ്രതയോടെ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണേ. സ്തോത്രം പറയുന്ന നല്ല കാര്യമാണെങ്കിൽ ഈ വിഷയം നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറണം. നിങ്ങൾ ആ കാലഘട്ടത്തെ വിവേചിക്കണം. കല്ലുകൊണ്ടെറിഞ്ഞും കഴുത്ത് വെട്ടിയും ആളുകളെ കൊല്ലുന്ന കാലമാണ്. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധം കരയ്ക്കൂടെ നടന്നെടുക്കുന്ന ആയുധമാണ്. ആ കാലഘട്ടത്തിൽ പറയുകയാണ്, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, അടുത്ത വാക്യം, നിന്നോടുകൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. അടുത്ത വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിലേക്ക് അവർ വരുന്നത് നിലത്തൂടെ നടന്നല്ല, ആകാശത്തൂടെ പറന്നാണ്. ഇനിയും വരുന്ന രംഗം, നീയും നിന്നോടുകൂടെയുള്ള മുഴുവൻ പടക്കൂട്ടങ്ങളും മേഘം പോലെ ദേശത്തെ മൂടും. ഒരു ചരിത്രം പറയട്ടെ. 90 ഓഗസ്റ്റ് 2 ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് കീഴടക്കി. 91 ജനുവരി 16 17,000 ടൺ സ്ഫോടക ശേഷിയുള്ള TNT ആയുധങ്ങൾ ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബാഗ്ദാദിൽ വിതറി. ഇറാഖിനെ ഉഴുതു മറിച്ച വയലാക്കിക്കൊണ്ട് ഇറാഖിന്റെ കൈകളിൽ നിന്ന് കുവൈറ്റിനെ തിരിച്ചുപിടിക്കുമ്പോൾ ബാഗ്ദാദിൽ വർഷിച്ച ആയുധവർഷണത്തിന്റെ മുൻപിൽ കടലിൽ സൂക്ഷിച്ചിരിക്കുന്ന കപ്പലിൽ നിന്നും കൂട്ടമായി പറന്നു കയറിയ അമേരിക്കൻ ഫ്ലൈറ്റുകളുടെ ഒരു ചിത്രം അന്നത്തെ മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. അടിയിലൊരു കുറിപ്പുണ്ട്, കൂട്ടമായി പറന്നിവ ബാഗ്ദാദിന്റെ തലപ്പത്ത് തീറുപ്പാൻ കയറി ചെല്ലുമ്പോൾ ആകാശത്ത് മേഘം മൂടുന്നത് പോലെ ഇരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ ഓർക്ക്, ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പലസ്തീന്റെ മണ്ണിൽ നടക്കാൻ തുടങ്ങുന്ന അത്യുഗ്രമായ യുദ്ധത്തെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നു, ഇത് നിലത്തൂടെ നടന്നല്ല വരുന്നത്, ഇത് ആകാശത്തൂടെ പറന്നാ വരുന്നത്. വേദപുസ്തകത്തിന്റെ സത്യസന്ധത ഓർത്താൽ ഇന്ന് രാത്രി പുസ്തകമെടുത്തൊന്ന് മുത്തം ചെയ്യാൻ തോന്നുന്നില്ലേ? കൃപ പ്രാപിച്ച നമുക്ക് അടുത്ത രംഗം ഓർക്കണം. നീ മേഘം പോലെ ദേശത്തെ മൂടും. അങ്ങനെയാണെങ്കിൽ ശൈലി ശരിക്കും പഠിച്ചാൽ വരുന്ന കളർ വരെ പറയുക. ഞാൻ ചോദിക്കട്ടെ, യുദ്ധവിമാനത്തിന്റെ കളർ എന്തുവാ? ചുമപ്പാണോ? യുദ്ധവിമാനത്തിന്റെ കളർ എന്താ? വെളുപ്പാണോ? യുദ്ധവിമാനത്തിന്റെ കളർ എന്താ? കടും കളപ്പാണോ? അല്ല, തവിട്ട് കളറാ. അങ്ങനെയാണെങ്കിൽ തവിട്ട് കളറുള്ള വ്യോമപേടകങ്ങളിൽ ആകാശമണ്ഡലത്തിലൂടെ പറന്നായിരിക്കും ഈ യുദ്ധം നടക്കാൻ തുടങ്ങുന്നതെന്ന് കഴുത്തുകെട്ടിയും കല്ലെറിഞ്ഞും ശത്രുക്കളെ കൊല്ലുന്ന കാലത്ത് എഴുതിവെച്ച ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, ആ ദിവസങ്ങൾ ഇനി അടുത്തു വരുന്നു എന്നോർത്ത് ഈ ഹോളി സ്തോത്രത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. സംഭവം കൺമുൻപിൽ അടുത്തു കഴിഞ്ഞു. ഇനിയും യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധത്തെക്കുറിച്ച് കൂടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാൻ വരികയാണ്. ഏത് ആയുധമായിരിക്കും യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്? ഇതിനു മുൻപിൽ നിങ്ങളൊരു ചരിത്രം ഗ്രഹിക്കണം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ചരിത്രം മറ്റൊന്നല്ല. നിങ്ങൾക്കറിയാം, ന്യൂ മെക്സിക്കൻ മരുഭൂമിയിലാണ് ആദ്യമായി അണ്വായുധം പരീക്ഷിച്ചത്. ഈ അണ്വായുധം പരീക്ഷിക്കുന്ന സമയം ഒരു 17 അംഗ ശാസ്ത്ര സംഘത്തിൽ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞനും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ശാസ്ത്ര പ്രതിനിധിയും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു വലിയ ഇരുണ്ട കേഡറിന്റെ പുറത്ത് വെച്ച് ഒരു അണ്വായുധം പൊട്ടിക്കുമ്പോൾ 10,000 സൂര്യന്മാർ ഒരുമിച്ച് കത്തുന്ന തീജ്വാലയിൽ ന്യൂ മെക്സിക്കൻ മരുഭൂമി ഉരുകി തിളച്ച് സ്ഫടിക പീസുകളായി മാറുന്നത് ഇവർ നേരിട്ട് കാണുകയാണ്. ഭയം നിമിത്തം അതിലെ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഭഗവത്ഗീതയിലെ വിശ്വശ്ലോകം മനഃപ്പാഠം ചൊല്ലിപ്പോയി. 1000 സൂര്യന്മാർ ഒരുമിച്ച് കത്തുന്ന പ്രകാശപ്രഭയായിരുന്നു, കണ്ണുപൊട്ടുന്ന പ്രകാശം എന്നായിരുന്നു എഴുതിയത്. അധികം താമസിക്കാതെ കുടം തുറന്നുവിട്ട ഭൂതത്തെ പോലെ 4 പാടേക്കും ഒഴുകിയ അതിന്റെ വെയിൻസുകൾ ക്യാൻസർ രോഗത്തിന് കാരണമായി. നിങ്ങൾക്കറിയാം, 1945 ഓഗസ്റ്റ് മാസത്തിൽ 6-ാം തീയതി, കറുത്ത തിങ്കളാഴ്ച രാവിലെ 8:45 അമേരിക്കയുടെ നാഗുളെ എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വ്യോമപേടകം, ആകാശ കപ്പൽ അത്യുഗ്രമായ 2 അണ്വായുധങ്ങൾ വഹിച്ചുകൊണ്ട് ഹിരോഷിമയുടെ പച്ചപ്പട്ട് വിരിച്ചതുപോലെ കിടക്കുന്ന ഹിരോഷിമയുടെ തലപ്പത്ത് 36,000 അടി ഉയരത്തിൽ ഊളിയിട്ട് പറക്കുകയാണ്.
2 നിരീക്ഷണ ഫ്ലൈറ്റുകളുടെ ഇടയിലാണ് യാത്ര. അവിടെ നിന്ന് പക്ഷി മുട്ടയിടുന്നത് പോലെ ചെറുനാരിഞ്ഞ വലിപ്പത്തിൽ അടിത്തറ തുറന്ന് 14.5 കിലോ ടൺ ഭാരമുള്ളവരും താഴേക്ക് വന്നു. 36,000 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത് 16,000 അടി ഉയരത്തിൽ വന്ന് പൊട്ടിത്തെറിച്ച് കുട പോലെ വിരിഞ്ഞു. നീലയായി, പച്ചയായി, മഞ്ഞയായി, വെള്ളയായി ഒരു രാക്ഷസൻ നട്ടുവളർത്തിയ ഭീമാകാരമായ കൂണിന്റെ രൂപം പൂണ്ടു എന്നാണ് അവരെഴുതിയിരിക്കുന്നത്. അങ്ങനെ വിടർന്ന് താഴേക്കിറങ്ങിയപ്പോ 8,000 വിദ്യാർത്ഥികളും 2,000 അധ്യാപകരും ഹിരോഷിമയുടെ തെരുവ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സിസ്റ്റർ ഒരു കോൺവെന്റിന്റെ പുറത്ത് നോക്കിയപ്പോൾ എന്തോ ഒന്ന് വരുന്നു. അപ്പോഴേക്കും അത് സംഭവിച്ചു. ഇത് താഴേക്ക് വന്ന് കുട വിരിച്ചപ്പോൾ ഈ അഗ്നിച്ചിറകുകളുടെ അടിയിൽ 10,000 പേർ ഉരുകിയൊലിച്ചെന്നല്ല, ആവിയായി മുകളിലോട്ട് പൊങ്ങി. ഇത് വന്നു വീണത് ഒരു നദിയുടെ കരയിൽ. ആ നദിയുടെ കരയിൽ വീണിട്ട് നിരവധി വാഹനങ്ങൾ ഒരുമിച്ചൊഴുകുന്ന, ഈ വാഹനങ്ങൾ ഒഴുകുന്ന വലിയ നദിയുടെ പാലം അടിത്തറ പൊട്ടി പൊങ്ങിയിട്ട് ഉരുകിത്തിളയ്ക്കുന്ന ഈ ശവങ്ങളുടെയും നദിയുടെയും മുകളിലത്തെ ഉഗ്ര ചൂടിൽ തെന്നി നടന്നു. അതിനേക്കാൾ ഭയങ്കരം അടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ നാഗസാക്കി ദുരന്തം ഏറ്റുവാങ്ങി. മരണം തുടക്കത്തിൽ 15,000, പക്ഷെ ഒരാഴ്ച കൊണ്ട് മരണസംഖ്യ 35,000. എന്താ മരണസംഖ്യ തുടക്കത്തേക്കാൾ ഒടുവിൽ കൂടിയത്? 1,30,000 പേർ ഹിരോഷിമയിൽ കത്തിത്തീർന്നു. പക്ഷേ 2 ലക്ഷത്തിനടുത്ത ആളുകൾ തൊട്ടുപുറകിൽ മരിച്ചു. എന്താ കാര്യം? മരണസംഖ്യ അപകടത്തിന്റെ സമയത്തുള്ളതിനേക്കാൾ കുത്തനെ ഉയർന്നതിന്റെ കാര്യമെന്താ? കാര്യം അവർ പറയുന്നുണ്ട്. ഉറ്റവരെ തേടി അവിടങ്ങളിൽ നിന്ന് ആളുകൾ കാര്യമറിയാതെ പ്രവഹിച്ചു. വീണ സ്ഥലങ്ങളിൽ കണ്ട കത്തിക്കരിഞ്ഞ പല ഡെഡ് ബോഡികളുടെയും അവശിഷ്ടങ്ങളിൽ കെട്ടിപ്പിടിച്ച് അലറിക്കറിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു മാരക വികിരണമുണ്ട്. അത് ആധുനിക ശാസ്ത്രത്തിന് അറിയാം. അണ്വായുധം ഉപയോഗിച്ചാൽ കത്തി വീഴുന്ന വസ്തുക്കൾ റേഡിയേഷൻ പ്രവഹിപ്പിക്കും. അതിൽ ഒരു കൈ തൊട്ടാൽ റേഡിയേഷൻ റിയാക്ട് ചെയ്തിട്ട് തൊടുന്ന വ്യക്തിയുടെ അകവും പുറവും പൊള്ളും. അങ്ങനെയാണെങ്കിൽ അണ്വായുധ പ്രയോഗത്താൽ കത്തി വീണ ഒരു വസ്തുവിൽ നേരിട്ട് തൊടരുത്. എന്ത് ചെയ്യണം? അവിടെ ഒരു അടയാളം വെക്കണം. എന്നിട്ട് ഒരു വിദഗ്ധ സംഘത്തെ കൊണ്ടുവന്ന് ആ റേഡിയേഷൻ പ്രവഹിക്കുന്ന വസ്തു എടുത്തുകൊണ്ടുപോയി അടക്കണം. ഇത് ഇന്നത്തെ ശാസ്ത്രത്തിനറിയാം. ആ വേദപുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. വേദപുസ്തകം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. എന്തിനാ ഞാൻ പറയുന്നതെന്ന് അറിയാമോ? ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവേദനെ, ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇങ്ങനെയുള്ളൊരായുധമാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് എഴുതി വെച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ, ഇത് വായിക്കുന്നതിന് മുൻപ് കാര്യം മനസ്സിലാക്കിയിട്ട് ഇതിന് സത്യസന്ധത ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം നടക്കുമ്പോൾ അവിടെ കാണുന്ന അസ്ഥികളിൽ തൊടാതിരിക്കത്തക്ക വിധം റേഡിയേഷൻ പ്രവഹിക്കുന്ന രംഗമുണ്ടാകുമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചെങ്കിൽ, ആ പ്രവചനത്തിന്റെ പ്രസക്തി എന്താ? നിങ്ങൾ യെഹെസ്കേൽ 39 വന്നേ. അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യെഹെസ്കേൽ 39:15. അവർ പരിശോധന കിഴക്കും. യെഹെസ്കേൽ 39:15. ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം. എന്ന് പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞ സ്ഥലത്ത് കത്തി വീണ വസ്തുവിൽ ഒരാൾ മനുഷ്യാസ്ഥി കണ്ടാൽ തുടരുത്, അടയാളം വെക്കണം. ബാക്കി വച്ചട്ടെ. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? എന്താ പറഞ്ഞു വന്ന മനസ്സിലായോ? യുദ്ധം കഴിഞ്ഞ സ്ഥലത്ത് കാണുന്ന അസ്ഥി നേരിട്ട് തൊടാതെ അതിനെ വിദഗ്ധ സംഘത്തെ കൊണ്ടുവന്ന് എടുപ്പിക്കത്തക്ക വിധത്തിലുള്ള ഏതോ ആയുധമാണ് യുദ്ധത്തിന്റെ പുറകിൽ ഉപയോഗിച്ചതെന്ന് എഴുതി വെച്ച വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, സമയം അവസാനിക്കാറായി. ഈ രാത്രി ഞാൻ ചോദിക്കുന്നു, എന്റെ യേശു ആകാശമേഘങ്ങളിൽ വന്നാൽ നീ എടുക്കപ്പെടുമോ? അന്ത്യകാലഘട്ടത്തിന്റെ അന്ത്യ ദിവസങ്ങളിൽ നാം എത്തി നിൽക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആത്മാവിൽ നിന്ന് കണ്ടേ. കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് ഇടപെടുകയാണ്. മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കാണാൻ കർത്താവ് ചില വ്യക്തികളെ രാത്രി യോഗത്തെ ഒരുക്കുകയാണ്. അഭിഷേകം
പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി എന്ന് പറയണം. ദൈവത്തിന്റെ സ്തോത്ര കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെങ്കിൽ കേട്ടോ, ഈ ഇരിക്കുന്ന എന്റെ മുൻപിലെ ദൈവമക്കളെ ചുക്കിച്ചുളുങ്ങിയ മുഖവും കൈകാലുകളുടെ മരവിപ്പും അസ്ഥികളുടെ കോച്ചും ശരീരത്തിന്റെ ബലഹീനതയൊക്കെ ഉണ്ടെങ്കിലും ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു ദൈവശക്തി അധികം താമസിക്കാതെ ഈ മണ്ഡലത്തിൽ പ്രവഹിക്കുകയും യേശുവിന്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവത്തിന്റെ ജനം ഈ മണ്ണിൽ നിന്നും നിത്യതയുടെ തീരത്തിലേക്ക് പറന്നുയരുന്ന മഹാസംഭവം അധികം താമസിക്കാതെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കാണാൻ ചില വ്യക്തികളുടെ ഹൃദയത്തെ ദൈവാത്മാവ് കൃപ പകരുന്ന രാത്രിയാകട്ടെ. ഹംദൽ ഘടകനാധികരയാരകൾ ഘടകരാധികനയാരക. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പാരമ്പര്യത്തെക്കാൾ, പള്ളി മതത്തെക്കാൾ, പൗരോഹിത്യത്തെക്കാൾ, വെച്ചുപൂജകളെക്കാൾ, ആരാധനാമൂർത്തികളെക്കാൾ എനിക്ക് ദൈവം തന്ന ദർശനമാണ് വലുത് എന്ന് അകത്ത് ബോധ്യമുള്ള കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ മണ്ണിനേക്കാൾ നിത്യത വലുതായി കാണുന്നെങ്കിൽ അകത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പറ, എല്ലാവരും എന്നെ എതിർത്താലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും ഞാൻ പിടിച്ച പ്രമാണത്തിന് വേണ്ടി എന്റെ ശ്വാസം അവസാനിക്കുന്ന ദിവസം വരെ നിൽക്കുമെന്ന് പറയാൻ അകത്ത് ധൈര്യമുള്ള ഒരുപറ്റം ആളുകളെ സ്വർഗം ഇതിനകത്ത് അന്വേഷിക്കുകയാണ്. രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു സ്വർഗം ഈ ഹോളിന് മീതെ തുറന്നു നിൽക്കുകയാ കേട്ടോ. ഇത്രയും ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാ. ദൂതന്മാരിവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാ. ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കുറിക്കാൻ സ്വർഗത്തിന്റെ ജീവപുസ്തകം ഇന്ന് രാത്രി സന്നദ്ധമാകുകയാ. യേശുവിന്റെ കാൽവരിയിലെ രക്തത്തിന്റെ തുള്ളി ഈ ഹോളിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. ചില വ്യക്തികളുടെ ബന്ധനം അഴിക്കാൻ യേശുവിന്റെ രക്തത്തിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. ഇവിടെ മുൻനിര മുതൽ പിൻനിര വരെ ദൈവശക്തി വ്യാപരിക്കുകയാ. യേശുവിൻ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ പറയട്ടെ, വചനം ഇന്ന് രാത്രി ചോദിക്കുന്നു, ജീവനെങ്കിൽ ജീവൻ വെച്ച് സത്യത്തിന് വേണ്ടി നിൽക്കാൻ എത്ര പേർ തയ്യാറാകും? ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എന്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങളെ, വിശ്വാസ സ്നാനമെന്ന വിഷയം ഞങ്ങൾ എന്തിനാ ഇത്ര ശക്തമായി പറയുന്നത്? ആരാ പോകുന്നതെന്ന് വേദപുസ്തകം പറയുന്ന മാനദണ്ഡമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി കാകളം ധരിച്ചാൽ പോകാൻ എല്ലാവരും തയ്യാറായിരിക്കുക. പക്ഷെ ആരാ പോന്നേ? കത്തോലിക്ക, യാക്കോബായ, CSI, CNI, ഇവാഞ്ചലിക്കൽ, പത്യം, IPC, ചർച്ച് ഓഫ് ഗോഡ്, ശാരോന, ദീ പെന്തിക്കോസ്, പ്രീ പെന്തിക്കോസ്, കാൽവറി, കല്ലുമല എന്ന് വേണ്ട നെല്ലിക്കാച്ചാക്കിന്റെ കുത്തഴിച്ചു വിട്ടതുപോലെ ഇവിടെ പലതും പ്രവഹിച്ചു കിടക്കുമ്പം തൂത്തുവാരി എല്ലാത്തിനും കൂടെ മോളിൽ കൊണ്ടുചെല്ലുമെന്നല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ സംഘത്തെ ചേർക്കാൻ യേശു വരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവൻ സ്നാനമേൽക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കെ വചനത്തിന് വിപരീതമായിട്ടുള്ള സകല ദുരുപദേശങ്ങളോടും യാത്ര പറഞ്ഞ് എന്റെ ജീവൻ പകരം വെക്കേണ്ടി വന്നാലും ഞാൻ ആ സത്യം അനുസരിക്കുമെന്ന് പറയാൻ സമർപ്പണമുള്ള ഒരു കൂട്ടരെ സ്വർഗം ഇതിനകത്ത് അന്വേഷിക്കുന്നു. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, വാഗ്ദത്ത ദേശത്തിന്റെ വക്കിലൂടെ ഒഴുകുന്ന യോർദാൻ നദിയുടെ ഇങ്ങേക്കരയിൽ 1490കളിൽ മോവാബ് സമഭൂമിയിൽ എത്തിയ മോശ ചെയ്ത ഒരു കൊച്ചു തെറ്റിനെ ഓർമ്മയോടുകൂടെ ശകാരിച്ച ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ശിശു സ്നാനം എന്ന തളിപ്പ് ഏറ്റെടുത്തിട്ട് വിശ്വാസ സ്നാനം മാത്രമാണ് സത്യമെന്ന് ദൈവം വ്യക്തമാക്കിയിട്ടും അതിനെതിരെ മനസാക്ഷിയിൽ വാദിക്കുന്ന നിന്റെ ഹൃദയത്തോട് ദൈവാത്മാവ് പറയുന്നു, മുട്ടുമടക്ക്, അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹം, അല്ലെങ്കിൽ അപകടം നിന്നെ കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മസ്നാനം ഗ്രാമ്പുവും കറുവാപ്പട്ടയും ഏലക്കായി ഒലിവെണ്ണയും കൂടെ കാച്ചിക്കുറുപ്പങ്ങൾ കിട്ടുന്ന തൈലം നെറ്റിക്ക് പുരട്ടുന്നതാണ് ചിലരുടെ അഭിഷേകം. എന്നാൽ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് ഈ തലമുറയിൽ ദൈവമക്കൾ അനുഭവിക്കുന്ന അഭിഷേകം. അത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ വിളിച്ചു പറയുന്നു, മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഒറിജിനലാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, തിങ്കൾ മുതൽ ശനി വരെ ആരാധന പെന്തിക്കോസ്ത് മോഡലിലെ കയ്യടിയിലും ഞായറാഴ്ച സൂചി വിഴുങ്ങിയതുപോലെ സ്റ്റിയറിംഗ് മറ്റൊരിടത്തുമായിരിക്കാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. കൃപ ലഭിച്ച മറിയ, കൃപ ലഭിച്ച ഏലിസബത്തിനെ തേടിപ്പോയെങ്കിൽ, കൃപ പ്രാപിച്ച അബ്രഹാം കൽദയരുടെ ഊരി വിട്ടെങ്കിൽ, കൃപ പ്രാപിച്ച രൂത്ത് മോവാബിനോട് യാത്ര പറഞ്ഞെങ്കിൽ, കൃപ പ്രാപിച്ച സ്ത്രീഹന്മാർ പാരമ്പര്യത്തെ പരിത്യജിച്ചെങ്കിൽ, കൃപ പ്രാപിച്ച നീ കൃപ പ്രാപിച്ചവരോടുകൂടെ ആരാധിക്കാൻ വേർപെട്ടിറങ്ങണം എന്ന് ദൈവാത്മാവ് പറയുന്നു.
ദൈവത്തിന് സ്തോത്രം. എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്നല്ല എഴുതിയേക്കുന്നേ. ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ നിനക്ക് വേണ്ടി ഇറച്ചി കരുതാൻ ദൈവം വിശ്വസ്തനാ. ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നീ ഇറച്ചി ഓർത്ത് ഭാരപ്പെടേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. മരുഭൂമിയിൽ വേണ്ടത് അവൻ കരുതിക്കൊള്ളും. കൊച്ചിനെ എവിടെ കെട്ടിക്കും, ഭാവി എവിടെ ആക്കും, വിശ്വസിക്ക്. നിനക്ക് വേണ്ടി വഴി തുറക്കാൻ വിശ്വസ്തനായ ദൈവമാണ് നീ ആരാധിക്കുന്ന കർത്താവ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ അടയാളങ്ങൾക്ക് നടുവിൽ ഞാൻ തയ്യാർ കർത്താവേ, ഒരു മിനിറ്റ് ഞാൻ എന്നെ ആത്മപരിശോധന ചെയ്യുന്നു, ഞാൻ തയ്യാർ എന്ന് പറയാൻ സമർപ്പണമുള്ള എത്ര പേരുകളുണ്ട്? നിങ്ങൾ ഈ രാത്രി കേവലം ഒരു പ്രസംഗം കേട്ട് മടങ്ങരുത്. നിങ്ങളുടെ കണ്ണൊന്ന് ഉയർത്തി ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ ചെവിയൊന്ന് വാട്ടം പിടിച്ച്. നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്റ്റഫർ കൊളംബസ് അല്ലേ അമേരിക്ക കണ്ടുപിടിച്ചത്? കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ പത്തേമാരിയിലെ യാത്രയ്ക്കിടയിൽ ബഹളം വെച്ചവരോട് പറഞ്ഞു, നിശബ്ദരായിരിക്കും, എനിക്കൊന്ന് ധ്യാനിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: ആകാശത്തേക്ക് നോക്ക്, പക്ഷികൾ പറന്നു കയറുന്നത് കണ്ടില്ലേ? അതിന്റെ അർത്ഥം ഇവിടെ അടുത്തിവിടെ കരയുണ്ട്. കടലിലേക്ക് നോക്ക്, ചിറ്റോളങ്ങളിൽ ഇലത്തലപ്പുകൾ ഒഴുകി നടക്കുകയല്ലേ? അതിന്റെ അർത്ഥം ഇവിടെ അടുത്തിവിടെ കരയുണ്ട്. അധികം താമസിക്കാതെ ലക്ഷണം കണ്ടവർ കരയെ കാലി ചവിട്ടിയെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി പറയാം, ലക്ഷണം കണ്ടു തുടങ്ങി. നിത്യതയുടെ കരയെ കാലി ചവിട്ടാൻ സമയമായി. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആ തീരത്ത് കാണപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? നിങ്ങളെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓ രക്തത്താജി, ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റേ. വെളിപ്പാട് പുസ്തകം 6:4, 6:5, 6:8, 6:12 ഒക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നിങ്ങളുടെ കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒരു നിമിഷം നിങ്ങളെ തന്നെ ആത്മപരിശോധന ചെയ്തേ. ഇടത്തും വലത്തും നിൽക്കുന്നവരെ മുഴുവൻ മറക്കുക. മുൻപിലും പുറകിലും നിൽക്കുന്നവരെ മറക്കുക. യേശുവുമായി മാത്രം സംസാരിക്കുക. ഇന്ന് രാത്രി കർത്താവേ, നീ വന്നാൽ ഞാൻ കാണപ്പെടുമോ? നീ വന്നാൽ ഞാൻ കാണപ്പെടുമോ? പ്രത്യാശയുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? പ്രത്യാശയുള്ള ദൈവമക്കളുടെ സ്തോത്ര സ്വരങ്ങളിൽ അറിയാം. ആത്മസ്നാനം പ്രാപിച്ച ഇവിടെയുള്ള ദൈവമക്കൾ ഞാൻ പറയാം, നിങ്ങളുടെ നാവിൽ അധികാരം ഇന്ന് രാത്രി വ്യാപരിക്കണം. ഈ ഹോളിനകത്ത് പിശാച് ബന്ധിച്ച ചിലരുണ്ട്. യേശുവിന്റെ രക്തത്താൽ അവരുടെ ബന്ധനം അഴിയണം. ഈ ഹോളിനകത്ത് അന്ധകാര ശക്തികൾ മുഖം വെച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. ആരാധന ഇതിനകത്ത് നടക്കുമ്പോൾ അവരുടെ ബന്ധനം അഴിഞ്ഞു മാറണം. ഇന്ന് രാത്രി നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം അടുത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് പകരപ്പെടണം. എന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു സംഭവമുണ്ട്. സംഭവം മറ്റൊന്നല്ല, ഇംഗ്ലണ്ടിൽ ഞാൻ കൺവെൻഷന് വേണ്ടി എത്തിയപ്പോൾ ടൈറ്റാനിക് കപ്പൽ യാത്ര തുടങ്ങിയ, ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്ത് ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ യാത്ര തുടങ്ങിയ ആ സൗത്താംപ്ടൺ തീരം ഞാൻ പോയി കണ്ടു. എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത്, സൗത്താംപ്ടൺ തീരത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, അവിടെയുള്ളൊരു മ്യൂസിയത്തിനകത്ത് അന്ന് രാത്രിയിൽ ഒരു പെൺകുട്ടി എഴുതിയ കുറിപ്പ് വെച്ചിട്ടുണ്ട്. അതിനോട് ഇപ്പുറത്തൊരു പാട്ടുപുസ്തകത്തിന്റെ കീറിപ്പോയ പേജുമുണ്ട്. അവൾ എഴുതിയ വാക്കുകൾ ഇങ്ങനെയാ. അവളുടെ അച്ഛൻ എഴുതുകയാ, സ്വർഗം താണിറങ്ങി വന്നിരിക്കുന്നത് പോലെ. ലൈറ്റുകൾ എത്ര മനോഹരം, ഭക്ഷണമേശകൾ നിറഞ്ഞിരിക്കുന്നു. ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുമായി ഇടയ്ക്കൂടെ വാഹനങ്ങൾ പോലെ ഉരുണ്ടിക്കൂടി നടക്കുന്നു. അച്ഛാ, ഇതൊന്ന് കാണേണ്ടത് തന്നെ, സ്വർഗം പോലെ. പെട്ടെന്ന് അയ്യോ, എന്തോ ഒന്ന് തട്ടുന്നത് പോലെ, കപ്പൽ ചരിയുന്നല്ലോ, ലൈറ്റ് മങ്ങി തുടങ്ങുന്നു, അയ്യോ നിലവിളി ഉയരുന്നു. പിന്നെ ആ കത്ത് മഷി വെള്ളത്തിൽ മുങ്ങുക. എന്നാൽ ഇപ്പുറത്തൊരു ലെറ്റർ വെച്ചിട്ടുണ്ട്, ഒരു പ്രിന്റഡ് മാറ്റർ ഉണ്ട്. അതിൽ ഒരു പാട്ടുപുസ്തകത്തിന്റെ പ്രതിയാ. അതിനകത്തൊരു പാട്ടുണ്ട്, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നിലവിളിയോടെ കപ്പൽ രണ്ടായി മുറിഞ്ഞിറങ്ങുമ്പോൾ പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന ഭക്തന്മാർ ഒരു വയലിന്റെ സഹായത്തോടെ ഗ്രൂപ്പായി പാടി, ദൈവത്തിന് സ്തോത്രം, ആകാശമാർഗമാം മഹോന്നതേ, പറന്നു പോയിടിലും സന്തോഷമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ആ കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തി. ഇന്ന് രാത്രി ഈ കുവൈറ്റിന്റെ പട്ടണത്തിൽ ഒരു ബോംബിംഗ് നടന്നാൽ, ഇന്ന് രാത്രി വാരിക്കൂട്ടിയതെല്ലാം ഇട്ടിട്ട് ഓടിപ്പോകുന്ന ലോത്തിനെ പോലെ പുറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നന്മകൾ ചാമ്പൽ കൂമ്പാരമായിട്ട് ഓടിപ്പോകേണ്ടി വന്നാൽ, അടുത്തൊരു ഇൻവേഷന്റെ ശബ്ദം ഉയർന്നാൽ ഞാൻ ആ തീരത്ത് കാണുമോ? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കുഞ്ഞേ, ഭാവി സുഖകരമല്ല കേട്ടോ. മഹായുദ്ധത്തിന്റെ ഇരമ്പൽ ചെവിയിൽ കേൾക്കുന്നു.
നോഹയുടെ പ്രളയജലം ഇനി അടുത്തു വരികയാണ്. ന്യായവിധിയുടെ തീ അടുത്തു വരുന്നു. ഇന്ന് രാത്രിയെ കരമുയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് ശാന്തമായി പാടാം. നിന്നോടൻ ദൈവമേ, നിന്നോടൻ ശക്തിയോടെ പാടാവുന്ന സകല ആളുകൾ ചേർന്ന് പഠിക്കണം. പരിശുദ്ധാത്മാവ് ശാന്തമായി നിന്നോട് ചോദിക്കുന്നു, സഹോദര സഹോദരി, നീ വന്നതല്ല, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. പരിശുദ്ധാത്മാവ് ഈ രാത്രി യോഗത്തിൽ നിന്നെ കൊണ്ടുവന്നതാ. ഈ യോഗത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുയരുകയാണ്. ഇന്ന് വരെ എടുത്തിട്ടില്ലാത്തൊരു പുതിയ പ്രതിഷ്ഠയ്ക്കായി ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അവഗണിക്കപ്പെടേണ്ടി വന്നാലും ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് ദൈവദാസന്റെ പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വലങ്കരങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രി ഉള്ളിൽ പ്രതിഷ്ഠയെടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കരങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ആ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ ഇറങ്ങിപ്പിടിക്കുന്ന രാത്രിയാണ്. നിങ്ങളുടെ വാ തുറന്ന് അപ്പന്റെ മുമ്പിൽ കുഞ്ഞിനെ പോലെ കർത്താവിനോട് തുറന്ന് പറ, കർത്താവേ, എന്റെ ജീവിതത്തെ ഞാൻ പ്രതിഷ്ഠിക്കുക, എന്റെ ജീവിതത്തെ പ്രതിഷ്ഠിക്കുക. കരം ഉയർത്തിയവർ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. മടിക്കേണ്ട. കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വിശ്വാസ സ്നാനത്തിന് തീരുമാനമെടുക്കാനുള്ള സമയമാണ്. ഇന്ന് രാത്രിയിൽ ആത്മസ്നാനത്തിന് തീരുമാനമെടുക്കാനുള്ള സമയമാണ്. ഇന്ന് രാത്രി വേർപെട്ടുള്ള ആരാധനയ്ക്ക് തീരുമാനമെടുക്കാനുള്ള സമയമാണ്. ഇന്ന് രാത്രിയിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെടാനുള്ള സമയമാണ്. കാൽവറിയിലെ ചോരയുടെ ശക്തി ഇന്ന് രാത്രി ഇതിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുറകിൽ നിൽക്കുന്ന വ്യക്തികളെ മുതൽ കർത്താവിന്റെ കരം തൊടുകയാണ്. കുഞ്ഞെ, വിശ്വാസ സ്നാനത്തിനായി ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ അവഗണിക്കരുത്. അതിനു മുമ്പിൽ ദൈവാത്മാവ് ഒന്നും ബാധിക്കയില്ല. ഇന്ന് രാത്രി ബലിപീഠത്തിലെ യാഗവസ്തുവിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ കരം നിൽക്കായി ഉയരും. പരിശുദ്ധ ദൈവമേ, ഈ കരങ്ങളെ നിന്റെ കരങ്ങളിൽ കൈമാറുന്നു. ഒരു നാൾ നിത്യതയുടെ തീരത്ത് ഇമ്പങ്ങളുടെ പറുദീസയിൽ ഞങ്ങൾ ചെന്നെത്തുമ്പോൾ ഇന്ന് രാത്രി പ്രതിഷ്ഠയ്ക്കായി ഉയർന്ന കരങ്ങൾ അവിടെ കാണപ്പെടട്ടെ. ഈ രാത്രി അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും മരിച്ചിട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്നു, അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും മരിച്ചിട്ടില്ല. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിഷയത്തെ തൊടാൻ കർത്താവിന്റെ കരത്തിന് കഴിയും. എന്റെ നാഥന്റെ കരം ഇന്ന് രാത്രി ഉയർന്നാൽ നാളെ നടത്താൻ ദുഷ്ടശക്തികൾ നിന്റെ കുടുംബത്തിനെതിരെ കരുതി വച്ചിരിക്കുന്ന കണികൾ ഇന്ന് രാത്രി ബന്ധിക്കാനുള്ള അധികാരം കുഞ്ഞാടിന്റെ രക്തത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. കടുങ്കെട്ടു വീണ് നിന്റെ ചോദ്യത്തെ അഴിച്ചെടുക്കാൻ യേശുവിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. അത് രാത്രി സംഭവിക്കുന്നു. വിശ്വാസ കണ്ണുകളാൽ ഞങ്ങൾ കാണുന്നു. യേശുവിന്റെ കരം ഈ രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വടിയുടെ പുറകിൽ യോർദാൻ പിളർന്നെങ്കിൽ, ഒരു കൽപ്പനയ്ക്ക് മുൻപിൽ തീ ഇറങ്ങിയെങ്കിൽ, ഒരു ആരാധനയ്ക്ക് മുൻപിൽ കാരാഗൃഹത്തിന്റെ
പൊളിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ തലമുറകളിലേക്ക്, അവരുടെ വാഗ്ദത്വങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. പറന്നുയരുവാൻ കഴിയാതെ കൂട്ടിലടച്ച പക്ഷിയെപ്പോലെ നാളുകളായി ബന്ധിച്ചൊതുക്കിയിരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ യേശുവിൻ നാമത്തിൽ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു മാറുന്നു. യേശുവിൻ നാമത്തിൽ ഇവിടെ വിടുതൽ സംഭവിക്കുന്നു. കുഞ്ഞാടുന്ന രക്തത്താൽ സംഭവിക്കട്ടെ. അന്തൽ ഘടകനാധികതയാരകൾ ഘടകരാധികനയാരകൾ ഘടകരാധികതയാരക. യേശുവിൻ നാമത്തിൽ ജയം, യേശുവിൻ നാമത്തിൽ ജയം. ഈ രാത്രി ദൈവശക്തി ഇവിടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ വായിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടപ്പോൾ കല്ലറയ്ക്കകത്തുനിന്ന് വ്യക്തി എഴുന്നേറ്റെങ്കിൽ ഗ്ലോറി, ഹല്ലേലൂയ. അവന് വസ്ത്രത്തിന് തൊങ്ങലിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ ആ രോഗശാന്തി അവിടെ സംഭവിച്ചെങ്കിൽ, അവന്റെ തുപ്പലിൽ നിന്ന് ശക്തി വ്യാപരിച്ചപ്പോൾ കണ്ണ് തുറന്നു വന്നെങ്കിൽ, അവന്റെ തുപ്പലിൽ ശക്തിയുണ്ട്, അവന്റെ ശബ്ദത്തിൽ ശക്തിയുണ്ട്, അവന്റെ രക്തത്തിൽ ശക്തിയുണ്ട്, അവന്റെ വചനത്തിൽ ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്ന വചനത്തിന് പുറകിൽ ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് നീ ഏറ്റെടുക്കാൻ, നിന്നെ തൊടാൻ അവന്റെ കരം ചലിക്കുന്നു. ഈ രാത്രി ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം. ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി കരങ്ങൾ ഉയരട്ടെ. കർത്തൃദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. വിശ്വാസത്തോടെ നിന്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങളുമായ കരം ഉയർത്തിപ്പിടിക്കുക. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ നാഥന്റെ കരം നിന്റെ വിഷയത്തെ തൊടും. നീ നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾക്കറിയില്ല, എന്നാൽ യേശുവിന്റെ കരത്തിൽ ഇന്ന് രാത്രി അതറിയാം. നീ വീട്ടിലെത്തുന്നതിന് മുൻപ് ദൈവപ്രവൃത്തി നിനക്കായി അടയാളത്തോടെ ഭവിപ്പാൻ ദൈവകരം ഉയരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാര ശക്തികളുടെ തലയെ കാൽവറിയിൽ തകർത്ത ദൈവപുത്രന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ പുറകിലത്തെ ചോദ്യങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ ഉത്തരമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി എല്ലാവർക്കും ദൈവത്തിൽ ഇരിക്കാം. കാരണം സമയം പോയതുകൊണ്ട് മറക്കരുത്, കർത്താവിന്റെ വരവടുത്തു. നിത്യതയ്ക്കായി ഒരുങ്ങാം. അവസരമൊരുക്കിയ കർത്തൃദാസന് വന്ദനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഇവിടെ കരം ഉയർത്തിയവർ, ഹല്ലേലൂയ, സമർപ്പണം ദൈവസന്നിധിയിൽ കർത്താവിന്റെ വചനത്തിനു മുമ്പാകെ കരമുയർത്തിയവർ ഇവിടെ ഒരു ഫോം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകണം. അതിനകത്ത് നിങ്ങളുടെ പേരും ടെലിഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും എഴുതിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളെ കോൺടാക്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഫോം കൂടെ വാങ്ങിച്ച് അത് ഫില്ല് ചെയ്തിട്ട് പോകണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നിങ്ങളോട് ആരോടും പണം കളക്ട് ചെയ്യാനില്ല. ഇവിടെ അങ്ങനെയുള്ള സിസ്റ്റമില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ ലിസ്റ്റ് ഞാൻ കർത്താവിന്റെ ദാസനും കൈമാറുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് പുതുതായിട്ട് സമർപ്പിച്ചവർ, പ്രാർത്ഥനാ വിഷയമുള്ളവർ, സ്ഥാനത്തിനായിട്ട് ദേവസനിൽ തീരുമാനമെടുത്തവർ അത് രഹസ്യമായി സൂക്ഷിക്കുകയും ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആ ഫോം വോളണ്ടിയേഴ്സ് ഇവിടെ തരുന്നതായിരിക്കും. നിങ്ങളത് വാങ്ങി അത് ഫില്ല് ചെയ്ത് ഇപ്പോൾ തന്നെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ എത്തിക്കുകയോ ഈ ഹോളിലോ എത്തിക്കുകയോ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ 7:15 മണിക്ക് പ്രയർ ആരംഭിക്കും. ഈ 31, 1, 2 ദിവസങ്ങളിൽ പ്രത്യേക ഉപവാസ പ്രാർത്ഥന ഇവിടെയുണ്ട്. അവധിയാണല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും കടന്നു വരാം. കർത്താവിന്റെ ബലപ്പെട്ട ദാസന്മാർ ദൈവവചനം പഠിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. എല്ലാ മാസത്തിന്റെയും അവസാന 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ പ്രയറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കടന്നു വരികയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം. പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും 6 തൊട്ട് 9 മണി വരെ KTMC ഹാളിൽ വർഷിപ്പ് സർവീസ് ഉണ്ട്. അതിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. പ്ലീസ് റിമെമ്പർ ടു ഫിൽ യുവർ നെയിം ആൻഡ് പുട്ട് ദ ടെലിഫോൺ നമ്പർ ആൻഡ് ഇഫ് ദർ ഇസ് എൻ ഇമെയിൽ അഡ്രസ് പ്ലീസ് പുട്ട് ഇറ്റ്. വി വിൽ കോൺടാക്ട് യു. മുന്നോരെ ഇവിടെ 200 കുട്ടികൾ കിഡ്സ് ഫെസ്റ്റിവലിന് വേണ്ടി കടന്നു വന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കളെ ഞങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ വരാൻ താല്പര്യമുണ്ട്. അതുപോലെ ഈ ബൈബിൾ ക്ലാസ്സിന് തുടർച്ചയായി നിങ്ങൾ കടന്നു വന്നു. പക്ഷേ ഇന്ന് കേട്ടതുപോലെ കർത്താവിന്റെ വരെ എപ്പോഴാണ് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ.
അതിനുവേണ്ടി ഒരുങ്ങുവാൻ നമ്മളെ ദൈവം ഈ ദിവസങ്ങളിൽ സഹായിച്ചെങ്കിൽ നിങ്ങൾ അതിനായിട്ട് സമർപ്പിക്കണം. മറ്റൊക്കെ മാറിപ്പോകുന്നതാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിന്ന് ദൈവത്തെ അറിയുന്ന ദിനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കരം ദൈവമാണ്. വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലും വഴിയിലിട്ട് പോകത്തില്ല. ഞങ്ങളുടെ അനുഭവത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒട്ടും ഉദാസീന കാണിക്കാതെ നിങ്ങൾ അഡ്രസ് തന്നിട്ട് ഫോം ഫില്ല് ചെയ്തിട്ട് പോകണം. കർത്താവിന്റെ ദാസനും ആ ലിസ്റ്റ് ഞാൻ കൈമാറും. ഞങ്ങൾ